ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുടെയും വർക്ക്ഷോപ്പുകളുടെയും ഭാഗമായിട്ട് നോളജുകൾ ഷെയർ ചെയ്യുക, കൂടുതൽ നമ്മളുടെ സ്കിൽസുകൾ അപ്ഗ്രേഡ് ചെയ്യുക എന്നതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ലേണിംഗ് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളിലെ പഠന പ്രശ്നങ്ങളും പഠന പ്രയാസങ്ങളും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡിസ്കഷൻസ് ചെയ്യുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ വിമ്പിൾ അക്കാദമി പുതുതായിട്ട് ആരംഭിക്കുന്ന നാളെ മുതൽ തുടങ്ങുന്ന ഡിപ്ലോമ കോഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്ലാരിഫിക്കേഷനും ഒക്കെ നൽകാം എന്ന ഉദ്ദേശത്തിലാണ് ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കേൾക്കാനും അറിയാനും പഠിക്കാനും ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ സെഷനുകൾ ലീഡ് ചെയ്യുന്ന നമ്മളുടെ ഫാക്കൽറ്റി വർഷ മാം, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റുമായിട്ടുള്ള വർഷ മാം ഇവിടെയുണ്ട്. മാം ആദ്യം സംസാരിക്കും. അതിനുശേഷം നമുക്ക് കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളും ഒക്കെ നമുക്കതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വർഷ മാമിനെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. വർഷ മാം. Thank you, sir. Good evening, all. Good evening. കേൾക്കുന്നുണ്ടോ? Yes, ma'am. Good evening. ഓക്കെ. അപ്പോ ഇന്ന് നമ്മളൊരു ചെറിയൊരു ഓറിയന്റേഷൻ പോലത്തെ ഒരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ വിൻബിൾ അക്കാഡമിയുടെ കീഴിൽ ഒരു ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെന്റ് എന്നുള്ളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലക്ക് ജസ്റ്റ് നമ്മളൊരു ലേണിംഗ് ഡിസബിലിറ്റി, നമുക്ക് പൊതുവേ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ് ലേണിംഗ് ഡിസബിലിറ്റി, ലേണിംഗ് ഡിഫിക്കൽട്ടി, ലേണിംഗ് ഗ്യാപ്പ് അല്ലെ. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പൊതുവെ പാരന്റ്സ് എപ്പോഴും പറയുന്ന കാര്യമാണ്, കുട്ടി പഠിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, പിന്നെ അതുപോലെ പഠിച്ചിട്ടൊക്കെ പോവും, പഠിച്ചിട്ട് പോയാൽ അവിടെ ചെല്ലുമ്പോ ഒന്നും എഴുതൂല എന്നൊക്കെ പറഞ്ഞിട്ട് പാരന്റ്സ് എപ്പോഴും പറയുന്ന കാര്യല്ലേ. ഇപ്പൊ പക്ഷെ എന്താ സംഭവിക്കുന്ന അറിയോ? നേരത്തെ പാരന്റ്സിന് കുട്ടികൾക്ക് പേടിയായിരുന്നെങ്കിൽ ഇപ്പൊ കുട്ടികള് എന്താ പറയാ, കുട്ടികളെയാണ് ഇപ്പൊ പാരന്റ്സിന് പേടി. കുട്ടികൾ ചോദിക്കും, കുട്ടികൾ പറയും എനിക്കിപ്പോ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചില സമയത്ത് പാരന്റ്സ് അതിനോട് യോജിച്ചു പോകും. അപ്പൊ പാരന്റ്സ് പറയാണ്, സാരില്ല, പഠിക്കണ്ട, അവന് സ്ട്രെസ് ആവും, വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും വിട്ടുകളയുന്ന പാരന്റ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. ഓക്കെ. അപ്പോ ഇവിടെ നമ്മൾ എന്താണ് പൊതുവെ ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലേണിംഗ് ഡിസബിലിറ്റി എന്താണ് എന്നുള്ളതാണ് കേട്ടോ നോക്കണേ. അപ്പൊ ആദ്യം നമുക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടി എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ പൊതുവേ ഇപ്പോ എന്താ ഒരു ബ്രോഡ് ടേം ആണ് ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോഴേക്കും അതിൽ പല കാര്യങ്ങളും വരാം അല്ലെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസോർഡർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോഴേക്കും അതൊരു ഡിസോർഡർ കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമല്ല. മറിച്ച് എങ്ങനെയാ, ഈ പഠിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അത് ചിലപ്പോൾ ഒരു പെർമനന്റ് ആയിട്ടുള്ള കാര്യമല്ല. അത് കുറച്ച് സമയത്തേക്ക് ഒരു എന്താ പറയാ, ആ ഒരു ചെറിയ സമയത്തേക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കാരണം വന്നു പോകുന്ന ഒരു എന്താ പറയാ, കുറച്ച് നേരത്തേക്ക് ഒരു ടെമ്പററി ആയിട്ടൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതിന്റെ കോസസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് എൻവയൺമെന്റൽ ആവാം, ഇല്ലെങ്കിൽ ഇമോഷണൽ ആവാം, ഇന്റലക്ച്വൽ ആവാം, അങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ കറക്റ്റ് സമയത്ത് നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടത് സപ്പോർട്ട് കൊടുക്കാണ്, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്ത്, അല്ലെങ്കിൽ അവരൊന്ന് ഡെവലപ്പ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ഇപ്പൊ ലേണിംഗ് ഡിഫിക്കൽട്ടിയിൽ നമ്മൾ പൊതുവെ കാണുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ അത് പെർമനന്റ് ആയിട്ടല്ല, ടെമ്പററി ആയിട്ട് നിൽക്കുന്ന മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്, പഠിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. പിന്നെ അത് അവരുടെ റീഡിങ്ങിനെയും റൈറ്റിങ്ങിനെയും മാത്സ് മെമ്മറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ചില സമയത്ത് നമുക്ക് തന്നെ കൺഫ്യൂഷനും ഇതിപ്പോ ലേണിംഗ് ഡിഫിക്കൽട്ടി ആണോ ലേണിംഗ് ഡിസബിലിറ്റി ആണോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനും വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ LD ഉള്ള കുട്ടികൾ മേക്ക് ചെയ്യുന്ന അതേ മിസ്റ്റേക്സ് ചിലപ്പോൾ ഇവരും മേക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. അത് ലാസ്റ്റ് നമുക്കത് പറയാം. അപ്പോൾ അതേപോലെ അപ്പോൾ ഇവർക്ക് റീഡിങ്ങും റൈറ്റിങ്ങും മാത്സും മെമ്മറിയിലും ഇതിലൊക്കെ അവർക്ക് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു കാരണം എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ഔട്ട്ലൈൻ പോലെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രാക്ടീസ് ഇല്ലാത്തായിരിക്കാം. അപ്പൊ നേരത്തേക്ക് ആണെങ്കിൽ കുട്ടികൾ പിന്നെയും സ്കൂളിൽ പോയി തിരിച്ച് വന്നു കഴിയുമ്പോഴേക്കും അവരെങ്ങനെയാ അവര് ഡെയിലി പാരന്റ്സ് നിർബന്ധിക്കും, അതൊന്ന് വായിച്ചു നോക്ക്, ഒന്ന് എഴുതി നോക്ക് എന്നൊക്കെ പറഞ്ഞ് പാരന്റ്സ് നിർബന്ധിക്കുമ്പോൾ അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്ന് നോക്കി നോക്കിയേ, കുട്ടികളൊക്കെ പതുക്കെ അതൊക്കെ കുറഞ്ഞു കുറഞ്ഞല്ലേ, കൂടുതലും ഫോണിൽ നോക്കിയിരിക്കുക, റീൽസ് കാണുക, സീരീസ് കാണുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകണം. അപ്പൊ പ്രാക്ടീസിന്റെ ഒരു കുറവ് കുട്ടികളിൽ വരാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറയുന്നത് ഇവർക്ക് മനസ്സിലാവണമെന്നില്ല. ടീച്ചേഴ്സ് ചിലപ്പോൾ ഭയങ്കര വേഗത്തിൽ പറഞ്ഞു പോവാം. എല്ലാ ടീച്ചേഴ്സ് അല്ല കേട്ടോ, ചില ടീച്ചേഴ്സ് ചിലപ്പോ മീനിങ് മര്യാദക്ക് കൺവേ ചെയ്തിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ ആ കുട്ടിക്ക് വേറെ രീതിയിൽ പറഞ്ഞാലായിരിക്കാം മേ ബി മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അവിടെ ആ കുട്ടിക്ക് വേണ്ട ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. ചില കുട്ടികളോട് ഇപ്പോഴും എന്തിനാ പഠിക്കണേന്ന് വെച്ചാൽ എനിക്ക് പഠിക്കണം വേണ്ട, എനിക്ക് വല്ല ബസ്സിലെ ഡ്രൈവറൊക്കെ ആയാൽ മതി, അതാകുമ്പോഴേക്കും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പൊ ഡ്രൈവിംഗ് പഠിക്കണ്ടേ, അതൊന്നും കുഴപ്പമില്ല, അതിലിങ്ങനെ ഇരുന്ന് എഴുതിയൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചുമ്മാ വണ്ടി എടുത്ത് അങ്ങോട്ട് ഓടിച്ചാൽ മതി നല്ല രീതിയിലായിരിക്കും അവർ പറയുക. അപ്പോൾ ഒരു എന്താ പറയാ ഒരു ഗോള് അവര് ചിലപ്പോൾ സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഇല്ലാത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവര് ജീവിക്കുന്ന ആ ഒരു ഫാമിലി എൻവയൺമെന്റും അവരെ ബാധിക്കുന്നുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ച് എങ്ങനെയാണ് അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം തിരിച്ച് വീട്ടിൽ പോയി കഴിയുമ്പോഴേക്കും അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു മോട്ടിവേഷൻ തരുന്ന രീതിയിലുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് പൊതുവെ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ ഒരു ഔട്ട്ലൈൻ പോലെ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന ലേണിംഗ് ഡിഫിക്കൽട്ടീന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ ഇതിന്റെ തന്നെ നമ്മൾ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ടൈപ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ റീഡിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ഡിസ്ലെക്സിയ ആയിട്ടല്ല പറയണേ, സ്ട്രഗിൾസ് ആണ്. അത് കുറച്ച് നാളത്തേക്കുള്ള കുറച്ച് സ്ട്രഗിൾസ് ആണ് വായിക്കാനായിട്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ കൈ ചൂണ്ടി തന്നെ വായിച്ചുകൊണ്ടിരിക്കുക, വായിക്കാൻ കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ വായിച്ചിങ്ങനെ പോകുമ്പോഴേക്കും അടുത്തത് കിട്ടുന്നില്ല, അപ്പൊ ആ ലൈൻ അങ്ങനെ തന്നെ സ്കിപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ അടുത്തതായിരിക്കും വായിക്കുന്നുണ്ടാവുക. ഇല്ലെങ്കിൽ അവർ വായിക്കുന്നുണ്ടാവും, അതിന്റെ മീനിങ് അറിയുന്നില്ല, ഫ്ലൂവന്റ് ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള റീഡിങ് ഡിഫിക്കൽട്ടീസ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസിൽ വരുമ്പോഴേക്കും പുവർ ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കാം, കുറേ സ്ഥലം ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് എഴുതിക്കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒന്നിന്റെ മേലെ അടുത്തത് എഴുതിക്കൊണ്ടുവരാം. പിന്നെ അതുപോലെ വേർഡ് പ്രോബ്ലം ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാവില്ല, ചിലപ്പോൾ ഡയറക്റ്റ് ചോദിച്ചാൽ പിന്നെയും അവർ എഴുതുന്നുണ്ടാവും, അപ്പൊ അങ്ങനെ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. പിന്നെ സെന്റൻസസ് ഫോം ചെയ്യാനായിട്ട് പറ്റുന്നില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവുക, അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലേ ഓറലി എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ചിലപ്പോൾ അവരെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ എഴുതാൻ പറയുമ്പോഴേക്കും കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കും എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. പിന്നെ നമ്മൾ മാത്സിന്റെ ഒരു ഡിഫിക്കൽട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതും തെറ്റായിരിക്കും. പ്ലസ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മറന്നു പോവുക, അല്ലെങ്കിൽ ലാർജർ നമ്പർ ഏതാന്ന് മനസ്സിലാവാതിരിക്കുക. പിന്നെ അറ്റൻഷനിൽ ഇഷ്യൂസ് വരാം, ടീച്ചർ ശ്രദ്ധിക്കുന്നു പറഞ്ഞാലും പുറത്ത് എന്തൊക്കെയാ സംഭവിക്കണേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയായിരിക്കും അവർ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അറ്റൻഷന്റെ പ്രശ്നങ്ങൾ വരാം. ചിലപ്പോൾ ലാംഗ്വേജ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മെമ്മറി ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം, പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, ഇല്ലെങ്കിൽ പഠിച്ചു കഴിയുമ്പോൾ തന്നെ അത് മറന്നുപോയി, എന്താ പഠിച്ചേ, എനിക്ക് ഓർമ്മയില്ല, ആ രീതിയിൽ മെമ്മറി ഡിഫിക്കൽട്ടീസ് കാണിക്കാറുണ്ട്. പിന്നെ അതുപോലെ
സ്ലോ ലേണേഴ്സ് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ വെച്ചാൽ വളരെ പതുക്കെ ആയിരിക്കും അവർ പഠിക്കുന്നുണ്ടാവും, പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ വളരെ പതുക്കെ ആയിരിക്കും അവരുടെ ലെസൺസ് കംപ്ലീറ്റ് ചെയ്യണം. ഒരു പക്ഷെ ചിലപ്പോൾ അവരുടെ പിയർ ഗ്രൂപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇവര് നല്ല ബാക്കിലായിരിക്കും, പതുക്കെ ആയിരിക്കും ഓരോന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ സ്ലോ ലേണേഴ്സ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പിന്നെ ഇമോഷണൽ അല്ലെങ്കിൽ എൻവയൺമെന്റൽ ഡിഫിക്കൽട്ടീസ് കാരണമുള്ള ബുദ്ധിമുട്ടുകളും വരാറുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് ആണ് ഈ ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അവർക്ക് എഴുത്തിൽ ഡിഫിക്കൽട്ടി ഉണ്ടാവാം, വായനയിൽ ഡിഫിക്കൽട്ടി ഉണ്ടാവാം, മാത്സ് ചെയ്യുന്നതിൽ ഉണ്ടാവാം, അറ്റൻഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, സ്ലോ ലേണർ ആയിരിക്കാം. അങ്ങനെ പലതരത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോഴേക്കും അതൊരു ബ്രോഡർ ആയിട്ടുള്ള ടേം ആണ്. എന്ന് വെച്ചാൽ പഠന പ്രശ്നങ്ങളാണല്ലേ, അപ്പൊ അതിൽ എന്ത് വേണമെങ്കിലും അതിൽ ഇൻക്ലൂഡഡ് ആവാം. അപ്പൊ ഇതിൽ നമ്മൾ കോസസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു കോഴ്സ് നമ്മൾ പറഞ്ഞില്ലേ ടെമ്പററി ആയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ കോസസ് നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന കോഴ്സാണ് എൻവയൺമെന്റൽ കോസസ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്തായിരിക്കും, ചിലപ്പോൾ പുവർ ടീച്ചിങ് മെത്തേഡ്സ് ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ടീച്ചർ പറഞ്ഞു പോകുന്നുണ്ടാവാം, ടീച്ചർ പറയുന്നുണ്ടാവും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് അതേപോലെ നോട്ട് ചെയ്തെടുത്തേന്ന് പറഞ്ഞിട്ട് മീൻസ് ചിലപ്പോൾ സ്പീഡിലായിരിക്കും പറഞ്ഞു പോവുക. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ചിലപ്പോൾ എഴുതി എത്താനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഇല്ലെങ്കിൽ സ്കൂളിൽ പോവാതിരിക്കുക, ഇറഗുലർ ആയിട്ട് സ്കൂളിൽ പോവാ. അത് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടി ഇപ്പോൾ പാരന്റ്സിന് ഉണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഡിസബിലിറ്റി ആയിരിക്കോ എന്നുള്ളൊരു സംശയമായിരുന്നു പാരന്റ്സിന് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യില്ലല്ലോ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ലേണിംഗ് ഡിസബിലിറ്റി ആണോ അല്ലേ എന്നുള്ളത് ഡയഗ്നോസിസ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒരു സ്ക്രീനിങ് പോലെ ചെയ്യാം, അതിനുശേഷം ഡയഗ്നോസിസ് അവരാണ് ചെയ്യുക. അവര് നിർദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ബാക്കി ഉള്ള ഒരു റെമഡിയൽ ട്രെയിനിങ് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പൊ അതിൽ നോക്കിയപ്പോഴേക്കും ഇവിടെ ഈ ഒരു ആൺകുട്ടിയായിരുന്നു. അപ്പോ അവന് പഠിക്കാനൊക്കെ ഭയങ്കര പുറകോട്ടാ, മൊത്തം എന്താ പറയാ സ്പെല്ലിംഗ് മിസ്റ്റേക്കും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയണ നമ്മൾ കുറെ സമയം വെയിറ്റ് ചെയ്യണം, പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ ആയിരുന്നു. പിന്നെ ആള് സ്കൂളിലേ പോവില്ല. ആൾക്ക് എന്തെങ്കിലും അറിയണം എന്നാണെങ്കിൽ ആള് സ്കൂളിൽ പോകണ്ടേ. ഏതൊക്കെ സബ്ജക്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ പോലും അവനത് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്തൊക്കെയുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവൻ മിക്ക ദിവസങ്ങളിലും ആബ്സെന്റ് ആയിരിക്കും. കാരണം പാരന്റ്സ് നമുക്ക് ഈ ഒരു കോവിഡ് ടൈം ഒക്കെ വന്നപ്പോഴേക്കും കുട്ടികളുടെ കയ്യിലൊക്കെ ഫോൺ ആയല്ലോ. അപ്പൊ ഇത് അതിനുശേഷം ഈ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫുൾ ടൈം ഇവരെന്താ ഫോണിൽ തന്നെ. അപ്പൊ രാത്രി ഫുള്ള് ഇരുന്നിട്ട് ഫ്രീ ഫയർ ഗെയിം കളിക്കുക, ഫ്രീ ഫയർ അതുപോലെയുള്ള ഓൺലൈൻ ഗെയിംസ് കളിച്ചിട്ട് അതിങ്ങനെ ഒരു ടൈമിൽ എല്ലാവരും കൂടി ജോയിൻ ചെയ്ത് അങ്ങനെയൊക്കെ കളിക്കുന്ന എന്തോ ആണല്ലോ ഓൺലൈൻ ഗെയിം. അപ്പോൾ അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇവര് ടൈം ഒക്കെ ഫിക്സ് ചെയ്ത് രാത്രി ആവുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും ആൾ എണീക്കില്ല. എത്ര വിളിച്ചാലും എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് എഴുന്നേക്കില്ല. അപ്പൊ പാരന്റ്സും കുറെ നിർബന്ധിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ വിട്ടു കളയും. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ആളെ പിന്നെ ഒരു അസസ്മെന്റിന് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മൾ എഴുതാൻ കൊടുത്താലും വായിക്കാൻ കൊടുത്താലും ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോ സാധാരണ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, ഇത് എന്തിൽ വരും. അപ്പോഴാണ് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കാണാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് എന്താ പറയാ ലേണിംഗ് ഡിഫിക്കൽട്ടി ആയിരുന്നു. കാരണം ആ ഒരു ഗ്യാപ്പ് വന്നപ്പോഴേക്കും ആള് പഠിച്ച ബേസിക്കും പോയി, ആള് റിവൈസും ചെയ്യുന്നില്ല, ഈ ഫ്രീക്വന്റ് ആയിട്ട് ആബ്സെന്റ് ആവുന്ന കാരണം. എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ. അപ്പം ആ രീതിയിൽ അപ്പൊ ഇറഗുലർ സ്കൂളിങ് കാരണം ലേണിംഗിൽ ഒരു ഗ്യാപ്പ് വരാ, ഡിഫിക്കൽട്ടി വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ലാക്ക് ഓഫ് എക്സ്പോഷർ ആയിരിക്കാം, അങ്ങനെയും ഉണ്ട്. ഇപ്പൊ അങ്ങനത്തെ കുട്ടികളുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവില്ല. ഒരു വീട്ടിൽ ഇതുപോലെ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഭയങ്കര വഴക്ക, അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്ക. അച്ഛൻ എപ്പോഴും കുടിച്ചിട്ടൊക്കെയാ വരണേ. അപ്പൊ ഒരു ദിവസം ദേഷ്യം വന്നപ്പോഴേക്കും ആള് ഈ കുട്ടീന്റെ ബുക്കൊക്കെ എടുത്ത് കീറിക്കളയും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനുശേഷം കുറച്ച് നാളത്തേക്ക് ആ കുട്ടിക്ക് മര്യാദക്ക് പഠിക്കാൻ പറ്റിയില്ല, മാർക്കൊക്കെ കുറഞ്ഞു വന്നു. അത് കഴിഞ്ഞ് വേറെ ആളുടെ ഒരു ബുക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആളത് പിന്നെയും പഠിച്ചു തുടങ്ങിയപ്പോഴേക്കും അതിൽ മാറ്റങ്ങൾ വന്നു. അപ്പൊ ലേണിംഗ് ഗ്യാപ്പ് ആകുമ്പോഴേക്കും ആ ഡിഫിക്കൽട്ടി ആയപ്പോഴേക്കും എന്താ സംഭവിച്ചത്, ആ ഒരു സിറ്റുവേഷൻ ആ ഒരു ടൈമിൽ മാത്രം എന്ത് പറ്റി, ആ പഠനം ഒന്ന് കുറഞ്ഞു പോയി. പിന്നെ അത് കോപ്പപ്പ് ചെയ്തപ്പോഴേക്കും പഠനം വീണ്ടും കറക്റ്റ് രീതിയിലേക്ക് തന്നെ വന്നു. അപ്പോൾ ലാക്ക് ഓഫ് എക്സ്പോഷറും ഒരു കോസ് ആണ്. കാരണം അവർക്ക് വേണ്ട ബുക്ക് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട മെറ്റീരിയൽസ് ഇല്ല. അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടി വരാറുണ്ട്. പിന്നെ അതുപോലെ ക്ലാസ് റൂമിൽ കുറേ പിന്നെ അതുപോലെ ക്ലാസ്സിൽ കുറേ കുട്ടികളാവുമ്പോഴേക്കും എങ്ങനെയാ ടീച്ചർ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങള്
ഫുള്ളി എല്ലാവരിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് ചിലപ്പോൾ മിസ്സിനും അതേ രീതിയിൽ ഒരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ കുട്ടികളാകുമ്പോഴേക്കും എങ്ങനെയാ ഒരു ക്ലാസ് റൂമിൽ ഏറ്റവും ബാക്ക് ബെഞ്ചൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവര് വർത്താനം പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ക്ലാസ് ടൈമിൽ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അപ്പോഴും വരുമ്പോഴേക്കും അവർക്ക് അറ്റൻഷൻ ഇല്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അതും ഈ ലേണിംഗ് ഡിഫിക്കൽട്ടിയിലേക്ക് നയിക്കാം. കാരണം ആ കുട്ടിക്ക് വേണ്ടത്ര ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല, അതുപോലെ നോട്ട്സ് ചെയ്യുന്നുണ്ടോ നോക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അതും ലേണിംഗ് ഡിഫിക്കൽട്ടിയിലേക്ക് നയിക്കാറുണ്ട്. പിന്നെ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഇപ്പൊ എന്താ പറയാ, ഭക്ഷണം കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, പോവേർട്ടി ആണ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല വീട്ടില്, ലേണിംഗ് സപ്പോർട്ടേ തീരെയില്ല എന്നാണെങ്കിലും ഇതേപോലെ ലേണിംഗ് ഡിഫിക്കൽട്ടി വരാനുള്ള ചാൻസസ് ഹൈ ആണ്. ചില വീടുകളിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ പൈസേന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ചിലപ്പോൾ കുട്ടിക്ക് വേണ്ട, ചിലപ്പോൾ കുട്ടിക്ക് ഒരു ട്യൂഷന് കൊടുത്തു കഴിഞ്ഞാൽ ആൾ കുറച്ചും കൂടി പിക്കപ്പ് ആയിട്ട് വരുമായിരിക്കും. പക്ഷെ ചിലപ്പോൾ അവർക്ക് അതിനുള്ള ഒരു ഇതുണ്ടാവില്ല, അല്ലെങ്കിൽ പാരന്റ്സ് ചിലപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് കറക്റ്റ് ആയിട്ട് വായിക്കാൻ അറിയണമെന്നില്ല, അപ്പൊ അവർക്ക് കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വിഭാഗവും ഉണ്ട്. വേറൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇതൊന്നും പഠിക്കണ്ടെന്നേ, വലുതാവുമ്പോ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടിക്കോളും, ആ കുട്ടീനെ ഒന്ന് വെറുതെ വിട, അവൻ എങ്ങനെങ്കിലൊക്കെ ഒന്ന് കളിച്ചും ചിരിച്ചൊക്കെ നടക്കട്ടെ, പഠിക്കൊന്നും വേണ്ട, അങ്ങനെയും പറയുന്ന പാരന്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ പാരന്റ്സും കുട്ടികളെ കളിക്കാനും ബാക്കി ഫ്രീ ടൈം ഒക്കെ കൊടുക്കും. പക്ഷെ ചില പാരന്റ്സിന് ആ കുട്ടി പഠിക്കുന്നതേ ആള് സപ്പോർട്ടേ ചെയ്യില്ല. വലുതാവുമ്പോ എന്താന്ന് വെച്ചാൽ ആയിക്കോളും, ഇപ്പൊ ഫ്രീ ആയിട്ട് നടന്നു എന്ന് പറയുമ്പോഴും ആ കുട്ടീനെ സംബന്ധിച്ച് സ്കൂളില് ആ കുട്ടി ചിലപ്പോ ബാക്കിലേക്ക് ആയിരിക്കും നിൽക്കുക. അപ്പൊ അതും ഒരു കോസ് ആയിട്ട് നമുക്ക് എടുക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? Yes, ma'am. ഓക്കെ. പിന്നെ ഉള്ളതാണ് ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്. ഇപ്പൊ ചില കുട്ടികൾക്ക് സ്ട്രെസ് വരാണെങ്കിൽ എങ്ങനെയാ അവർക്ക് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും? അവർക്ക് പല കാര്യങ്ങളും ഉണ്ടാവാം. ചിലപ്പോ അവരുടെ ഒരു ഫേവറേറ്റ് ടോയിന് എന്തെങ്കിലും പറ്റിയതായിരിക്കാം, ഇല്ലെങ്കിൽ അവരെ പുതിയൊരു സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ അങ്ങനെ സ്ട്രെസ് വന്നതായിരിക്കാം, ഇല്ലെങ്കിൽ എന്നെ വിളിക്കാൻ അമ്മ വരുമോ, എന്നെ അമ്മ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണോ എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ടാവും. അപ്പൊ അങ്ങനെ പല കാരണങ്ങൾ, ഇപ്പൊ സ്ട്രെസ് അതിനൊരു കാരണമാണ്, ആങ്സൈറ്റി ഒരു കോസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഫെയിലിയേഴ്സിനെ പേടിയാണ്. ഇപ്പൊ കുട്ടി നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പാരന്റ്സ് വഴക്ക് പറയും, പക്ഷെ വേറെ സപ്പോർട്ടൊന്നും ആൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വരുമ്പോഴേക്കും ഫെയിലിയേഴ്സിനെ പേടിക്കാൻ തുടങ്ങുമ്പോഴും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പഠിക്കുന്ന കാര്യത്തിലേക്ക് ഒരു കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല, അവിടെയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ബുള്ളിങ് കേൾക്കുക, ചിലപ്പോ പാരന്റ്സിന് അത് അവര് വന്ന് പറയുന്നുണ്ടാവേ, കുട്ടികൾ വന്ന് പറയുന്നുണ്ടാവും, ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി അമ്മ, എനിക്ക് സ്കൂളിൽ പോവണ്ട, എനിക്ക് എല്ലാരും കളിയാക്കൽ കേൾക്കാൻ വയ്യ, പോവില്ല എന്ന് പറയുമ്പോ അമ്മമാരും അച്ഛന്മാരൊക്കെ എന്താ പറയാ, ഒന്നും കുഴപ്പമില്ല, അതൊക്കെ അവര് ചുമ്മാ പറയല്ലേ, നീ പൊയ്ക്കോ, നീ സ്ട്രോങ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടും. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാ സത്യം പറഞ്ഞാൽ നമുക്കത് എത്രത്തോളം അവരാ ബുള്ളിങ് ഫേസ് ചെയ്തിട്ട് അതിന്റെ ഒരു ഇന്റൻസിറ്റി ഉണ്ടെന്നുള്ളത് ചിലപ്പോ നമുക്ക് അറിയാൻ കഴിയാത്തോണ്ടാ. ഒരു കുട്ടി, ആ കുട്ടി ആരോടും മിണ്ടുന്നില്ല, കുറച്ച് ആദ്യമൊക്കെ എല്ലാരോടും മിണ്ടിയിരുന്ന കുട്ടി പിന്നീട് അങ്ങോട്ട് മിണ്ടുന്നില്ല. അപ്പൊ പാരന്റ്സ് കരുതുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, അവൻ എന്തോ കുഴപ്പമുണ്ട്, അവൻ ആരോടും മിണ്ടുന്നില്ല, അവൻ എന്താ ഇങ്ങനെ വളരുന്നേ, ഇങ്ങനെയാണോ ഞങ്ങൾ വളർത്തിയതെന്നൊക്കെ പറഞ്ഞ കുട്ടീനെ കുറെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു കാരണം എന്ന് പറഞ്ഞ കുട്ടീനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ കുട്ടിക്ക് നേരിട്ട് ബുള്ളിങ് കാരണമാണ് ആ കുട്ടി അങ്ങനെ ആയത്. അപ്പൊ പലപ്പോഴും ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികൾ ബുള്ളിങ് നേരിടുന്നത്. അപ്പൊ നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറച്ചും കൂടി അവർ തിരിച്ചു പറയാനും കേട്ടാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. പക്ഷെ അതിൽ തന്നെ ഇപ്പോഴും അത് ഫേസ് ചെയ്ത് വിഷമിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അപ്പൊ അതും സ്കൂളിലേക്ക് പോകാൻ തോന്നില്ല. അപ്പൊ എന്ത് പറ്റും, അവര് ലീവ് എടുക്കാൻ തുടങ്ങും. വീട്ടിൽ നിന്ന് ലീവ് എടുക്കാൻ സമ്മതിച്ചില്ല എന്നാണെങ്കിൽ ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന അന്നത്തെ ദിവസം രാവിലെ ടോയ്ലറ്റിൽ ആൾ കയറിയിട്ടുണ്ടെങ്കിൽ കുറെ സമയം കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങുക. അപ്പൊ എന്താ, സ്കൂൾ ബസ് പോവല്ലോ, പോവണ്ടല്ലോ, അങ്ങനെ ആബ്സെന്റ് എടുക്കുക. അപ്പോൾ അതും ഇതിന്റെ ഒരു കോസ് ആയിട്ട്, എന്ന് വെച്ചാൽ ബുള്ളിങ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കമ്പാരിസൺസ് ഒക്കെ ചെയ്യുമ്പോഴും കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാൻ തോന്നില്ല. അപ്പൊ ക്ലാസ്സിൽ പോവാതിരിക്കുമ്പോൾ തന്നെ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല, ടീച്ചേഴ്സ് പറയുന്നത് അവർ കേൾക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ലേണിംഗ് ഡിഫിക്കൽട്ടി വരാം. പിന്നെ അതുപോലെ തന്നെ ഫാമിലി കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ വീട്ടിൽ ആ കുട്ടി നിൽക്കുന്ന വീട്ടില് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും, അവർക്ക് പഠിക്കാൻ പോകാൻ താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോ ആ ഫൈറ്റിൽ ചിലപ്പോ പറയുന്നുണ്ടാവും, ഇവൻ എന്ന് പഠിപ്പിക്കാൻ വിട്ട, അല്ലെങ്കിൽ ഇവളെ പഠിപ്പിക്കാൻ വിട്ട് എന്റെ പൈസ മൊത്തം കളയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലൈൻ ചിലപ്പോ പാരന്റിന്റെ അടുത്തുനിന്ന് വീണു പോയാ അതോടുകൂടി സ്കൂളിൽ പോവാത്ത
കുട്ടികളും ഉണ്ട്. അപ്പോൾ ഫാമിലിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ഇത് മാത്രമായിരിക്കില്ല, കുട്ടിക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എനിക്ക് ഫുട്ബോൾ ടീമിൽ കയറണം, എനിക്ക് ഫുട്ബോൾ കളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിട്ട് നിന്ന ഒരു കുട്ടിയായിരിക്കാം. അപ്പോ മാച്ചസിനൊന്നും പാരന്റ്സ് വിടുന്നില്ല. അങ്ങനെ വന്നപ്പോഴേക്കും പാരന്റ്സിനോടുള്ള ഒരു റിവെഞ്ച് എന്ന നിലക്ക് മനഃപൂർവ്വമായിട്ട് തോക്കുന്ന കുട്ടികളും ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു കേസ് വന്നിരുന്നു വെച്ചാൽ പ്ലസ് വണ്ണിലായിട്ട് ആളെന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവര് വിടുന്നില്ല, ഒന്നിനും വിടാതെ ആയപ്പോഴത്തേക്കും ദേഷ്യമായി, പാരന്റ്സിനോട് ഭയങ്കര ദേഷ്യം. കാരണം എന്റെ ആഗ്രഹങ്ങൾ ഒന്നും ചെയ്യാൻ ഇവര് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വമായിട്ട് തോറ്റു. അവൻ തന്നെ പറഞ്ഞത്, എനിക്ക് എല്ലാത്തിന്റെയും ആൻസർ അറിയാം, ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, എന്റെ ഇഷ്ടത്തിന് ഒരു ഇത്തിരി വില എന്റെ പാരന്റ്സ് തന്നിരുന്നായിരുന്നെങ്കിൽ ഞാൻ അത് കറക്റ്റ് ആയിട്ട് ചെയ്തന്നെ, പക്ഷെ എനിക്ക് അവരത് തന്നില്ല, അത് കാരണം ഞാൻ മനഃപൂർവ്വം തോറ്റതാ. അപ്പൊ അവിടെ നോക്കിയ ലേണിംഗ് ഡിഫിക്കൽട്ടിയും അതൊന്നും അല്ല, അവിടെ വന്നത് ഒരു റിവെഞ്ച് മോഡായിരുന്നു പാരന്റ്സിനോട്. അപ്പൊ അങ്ങനെയും കാണിക്കുന്ന കുട്ടികൾ നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. പിന്നെ ചില കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ അറ്റൻഷൻ പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് തീരെ അറ്റൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ ADHD ആ ഒരു രീതിയിലേക്ക് പോകേണ്ട, അതല്ലാതെ തന്നെ നോക്കുമ്പോൾ ചെറിയ രീതിയിൽ അവർക്ക് അറ്റൻഷൻ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എപ്പോഴും ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുക, ഇല്ലെങ്കിൽ പ്രോസസ്സിംഗ് സ്പീഡ് ചിലപ്പോൾ കുറവായിരിക്കും. നമ്മളൊരു കാര്യം പറഞ്ഞാലും കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഓ അതാണല്ലേ പറഞ്ഞേ അല്ലെ, അങ്ങനത്തെ ആൾക്കാരില്ലേ. ഇപ്പൊ നമ്മൾ തന്നെ ഉണ്ടാവും, ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അങ്ങനെ ക്ലിക്ക് ആവില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മനസ്സിലാവുക. അതേപോലെ കുട്ടികളിലും ടീച്ചർ പെട്ടെന്ന് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല, കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവരെ ഓ ഇതാണല്ലേ പറഞ്ഞേ എന്നുള്ളൊരു സംഭവം വരെ. അപ്പൊ അവിടെ ഒരു ഒരു പ്രോസസ്സിംഗ് സ്പീഡ് ഒന്ന് കുറയും. അപ്പോൾ അതും ലേണിംഗ് ഡിഫിക്കൽട്ടി ആയിട്ട് പിന്നീട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള പല കോസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോ വേറൊരു സ്റ്റേറ്റിന്ന് ഈ ഒരു സ്റ്റേറ്റിലേക്ക് വരാണ്, അല്ലെങ്കിൽ സ്കൂള് മാറാണ്, സിലബസ് മാറാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഡിഫിക്കൽട്ടീസ് വരും. പിന്നെ എക്സ്പെക്ടേഷൻസ് കൂടുമ്പോഴേക്കും പാരന്റ്സ് തന്നെ പറയാണ് ആ കുട്ടിക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടി ആണ്, എന്തോ പഠന പ്രശ്നമുണ്ട്, ആ 40-ൽ 40 കിട്ടുന്നില്ല, അപ്പൊ പ്രശ്നം തന്നെയാണ് എന്ന് പറയുന്ന പാരന്റ്സിനെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ലേണിംഗ് ഡിഫിക്കൽട്ടിയിൽ വരുന്നത്, അത് ടെമ്പററി ആയിട്ട് അവർക്ക് വരുന്ന ചില പഠന പ്രശ്നങ്ങളാണ്. പക്ഷെ അവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആ സിറ്റുവേഷൻ കൊണ്ടിട്ടാണ് അവർക്ക് വരാം അല്ലെ. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖമുള്ള കുട്ടികളാണെങ്കിലോ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ച് ആ ഒരു സമയം, ആ ഒരു പീരീഡ് കഴിയുമ്പോൾ അവർ വീണ്ടും പഠിക്കാനായിട്ട് തുടങ്ങും ഇല്ലേ. ഇപ്പൊ ഒരു കുട്ടിക്ക് പനിയായിട്ടിരിക്കുകയാണെങ്കിൽ ആ പനി പിടിച്ച ദിവസം ആൾ ക്ലാസ്സിൽ പോയിട്ടില്ല, അത് കഴിഞ്ഞ് സ്കൂളിൽ വന്ന സമയത്താണെങ്കിലും ആൾ ഫുള്ളി അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ആ സമയം കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും ആള് പഠിക്കുന്നുണ്ടാവുക. അത് കഴിയുമ്പോഴേക്കും ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴേക്കും വീണ്ടും ആള് സ്പീഡിൽ ഓരോ കാര്യങ്ങള് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ലേണിംഗ് ഡിഫിക്കൽട്ടിയിലും കൂടുതൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് മാത്രമായിരിക്കും അവർക്ക് കൂടുതലും അവരുടെ ലേണിംഗിൽ ബുദ്ധിമുട്ടുകൾ കാണിക്കുക. പക്ഷെ അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു റെമഡിയേഷൻ സ്റ്റൈല് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്വിക്ക് ആയിട്ട് ഗ്രാസ്പ് ചെയ്തെടുത്തിട്ട് വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് വരാനുള്ള എല്ലാ ചാൻസസും ആ കുട്ടികൾക്കുണ്ട്. ആ കുട്ടികളൊന്ന് കുറച്ച് ഒരാഴ്ച നമ്മളൊന്ന് ഒന്ന് ഇരുത്തി അവരെ കൊണ്ട് റിവൈസ് ചെയ്യിപ്പിച്ച് അവർക്ക് എവിടെയാണോ ഗ്യാപ്പ് വന്നത് ആ കാര്യങ്ങളൊക്കെ വീണ്ടും അവരുടേതായ രീതിയിൽ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേക്കും അവർക്ക് ആ ഒരു ട്രാക്കിലേക്ക് വീണ്ടും വരാൻ സാധിക്കാറുണ്ട്, ഈ ലേണിംഗ് ഡിഫിക്കൽട്ടി ഒക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am. Please carry. ഓക്കെ, ഇനി നേരെ മറിച്ച് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നോക്കിക്കഴിഞ്ഞാലോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ടെമ്പററി ആയിട്ടാണെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അല്ലെ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, അവിടെ കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ വയേർഡ് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ്ലി ആണെന്നാണ് പറയാം. അപ്പോൾ അവിടെ അവരെ സംബന്ധിച്ച് എന്താ, അവരുടെ IQ നോർമലോ അല്ലെങ്കിൽ എബവ് ആവറേജ് ആയിരിക്കും, എന്നിട്ടും അവർക്ക് എന്തായിരിക്കും, അവർക്ക് വായിക്കാനും എഴുതാനും കണക്ക് ചെയ്യാനൊക്കെ അവർക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ നോക്കുമ്പോൾ 3 ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ആണ് ഉള്ളത്. അത് എല്ലാവർക്കും അറിയാൻ പറ്റും, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ. ഈ 3 എണ്ണമാണ് നമ്മൾ 3 കോർ ടൈപ്സ് ആയിട്ട് പറയാം. അപ്പൊ അതിൽ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായന ആയിട്ട്
ബന്ധപ്പെട്ടിട്ടുള്ളത്. വായനയിലുള്ള വൈകല്യമാണ് ഡിസ്ലെക്സിയ എന്ന് പറയാം. അപ്പൊ അതെങ്ങനെയായിരിക്കും? ചിലപ്പോൾ വായിക്കുമ്പോൾ ഒരു ലൈൻ സ്കിപ്പ് ചെയ്ത് വായിക്കുക, അല്ലെങ്കിൽ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഒരു വേർഡ് തന്നെ അങ്ങനെ തന്നെ വിട്ട് വായിക്കുക, അവര് തന്നെ പുതിയത് ക്രിയേറ്റ് ചെയ്ത് വായിക്കുക, അങ്ങനെ പല കാര്യങ്ങളും കാണാൻ പറ്റാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു 10th സ്റ്റാൻഡേർഡ് ആണെങ്കിലും നമ്മളൊന്ന് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തീരെ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ പാരന്റ്സ് അത് മനസ്സിലാക്കാൻ സമയം എടുത്തിട്ടുണ്ടാവും. ചില സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിനും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. കാരണം ടീച്ചേഴ്സിനും ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തല്ലേ, സ്കൂളിൽ അവർക്കും സ്ട്രെസ് ഉണ്ടാവും, അവർക്കും കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോ അവര് ചിലപ്പോ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഒരു കുട്ടിക്കും കൊടുത്തിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഇവര് നമ്മൾ മനസ്സിലാക്കാതെ, ഈ കുട്ടികൾ ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ അവര് 10th +1 ഒക്കെ എത്തുമ്പോഴാണ് മനസ്സിലാവുക ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കായിരുന്നു എന്നൊക്കെ ആ സമയത്താണ് പാരന്റ്സ് മനസ്സിലാക്കുക. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ കൂടി പാരന്റ്സ് ഒക്കെ അവെയർ ആണ്. ലേണിംഗ് ഡിസബിലിറ്റി എന്താണ്, അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് കൂടുതലും അവർ അവെയർ ആണ്. അപ്പൊ ഡിസ്ലെക്സിയയിൽ വരുമ്പോഴേക്കും വായനയിലുള്ള ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ അതുപോലെ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു കഥ പറഞ്ഞു കൊടുത്തു, അപ്പൊ അവര് ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരിക്കും. അവര് ഭയങ്കര ശ്രദ്ധയോടെ കൂടെ ആയിരിക്കും കേൾക്കുക. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു സെക്കൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇപ്പൊ ഞാനൊരു കഥ പറഞ്ഞു തന്നില്ലേ, അതില് ആരുടെ കഥയാ ഞാൻ പറഞ്ഞു തന്നെ, എനിക്കൊന്ന് തിരിച്ചു പറഞ്ഞു തരുമോ, സമ്മറി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ ആലോചിക്കും, കിട്ടുന്നുണ്ട്. പക്ഷെ അവർ അറ്റൻഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അവര് നമ്മളുടെ മുന്നിൽ ഇരുന്ന് നമ്മൾ പറയുന്നത് കേട്ട് ഐ കോണ്ടാക്റ്റും തന്ന് എല്ലാം ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും അവർക്ക് അത് പറയാനായിട്ട് പറ്റുന്നില്ല. അതും ഈ ഡിസ്ലെക്സിയയിൽ വരുന്ന തന്നെയാ. എനിക്ക് തോന്നുന്നുണ്ട് ഈ എക്സാമിന് എന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്റെ LD-ന്റെ ക്ലാസ്സസിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു എക്സാമ്പിൾ ഒന്നുകൂടി ഞാൻ പറയാണ്. ഒരു കുട്ടി ഡിസ്ലെക്സി ഉള്ള ഒരു കുട്ടിയാണ്. അവർ ക്ലിനിക്കലി ഡയഗ്നോസിസ് ചെയ്തതാണ്. നമുക്കൊരു സ്ക്രീനിങ് ചെയ്തപ്പോഴേക്കും ഇതുപോലൊരു ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് തോന്നിയപ്പോഴേക്കും അവര് അസസ്മെന്റ് എടുത്തതാണ്. അപ്പൊ ഈ കുട്ടീനെ സംബന്ധിച്ച് നമ്മളൊരു സ്റ്റോറി എടുത്തിട്ട് പറഞ്ഞു കൊടുക്കാണ്. ഒരു കർഷകന്റെ ഒരു കഥ പറഞ്ഞു കൊടുത്തു. ഒരു കർഷകൻ എന്താ രാവിലെ പാടത്ത് പണിക്ക് പോവും. അപ്പൊ ആ സമയത്ത് കർഷകന്റെ വീട്ടിലൊരു കുഞ്ഞു വാവയുണ്ട്. അപ്പൊ കുഞ്ഞു വാവനെ തൊട്ടിലിൽ കിടത്തിയിട്ടാണ് കർഷകൻ രാവിലെ പണിക്ക് പോവുക. പോകുന്ന സമയത്ത് അവിടെ ഉള്ളൊരു പട്ടി, അവരുടെ പട്ടിയാണ് അവിടെ കാവല് നിൽക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസവും കർഷകൻ ഇതേപോലെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം കർഷകൻ തിരിച്ചു വന്ന് നോക്കിയപ്പോഴേക്കും ഈ പട്ടിയുടെ വായിൽ ചോര കണ്ടു. ചോര കണ്ടപ്പോഴേക്കും കർഷകൻ പേടിച്ചു, എന്റെ കുഞ്ഞിനെ ഈ പട്ടി കൊന്നു കളഞ്ഞിട്ടുണ്ടാവോ എന്ന് കരുതിയിട്ട് ഈ കർഷകൻ എന്ത് ചെയ്തു, ഈ പട്ടീനെ അവിടുന്ന് വീടിന്റെ അവിടുന്ന് അടിച്ചോടിക്കാണ് ഉണ്ടായത്. അതിനുശേഷം അകത്ത് പോയി നോക്കിയപ്പോഴേക്കും കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. തൊട്ടിലിൽ കുഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷെ തൊട്ട് താഴെ ഒരു പാമ്പിനെയാണ് ഈ പട്ടിക്ക് അടിച്ചിട്ട് അത് രണ്ടായി ഇതായിട്ട് കിടക്കുന്നുണ്ട്. പാമ്പിനെ കൊന്നതാണ്. അതിനുശേഷം പട്ടീനെ തിരിച്ച് ഈ കർഷകൻ വിളിച്ചിട്ട് വന്നു. എന്നിട്ട് അവര് സുഖമായിട്ട് ജീവിച്ചു. ഈ രീതിയിലായിരുന്നു ഒരു കഥ. ഇങ്ങനെയല്ല കേട്ടോ, കുട്ടീനോട് പറയുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിലാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഈ കഥയില് അപ്പൊ ഞാൻ ഇത് പറയുന്ന സമയം നമുക്ക് വലിയ സ്റ്റോറി ബുക്ക് ഉണ്ട്. അപ്പൊ സ്റ്റോറി ബുക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ബുക്ക് നോക്കി പറയുന്ന സമയം ആള് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, നമ്മളിപ്പോ ഒരു കഥ പറഞ്ഞില്ലേ, അതിൽ ആരൊക്കെയുണ്ട്? കർഷകനുണ്ട്, പിന്നെ ആരൊക്കെയാ ഉള്ളത് എന്നൊക്കെ ചോദിച്ചപ്പോ ആൾക്കത് ഓർമ്മയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കഥ ഒന്ന് എനിക്ക് തിരിച്ചു പറഞ്ഞു തരുമോ, ഇപ്പൊ എന്താ പറഞ്ഞേന്നുള്ളതൊന്ന് തിരിച്ചു പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആള് പറഞ്ഞത് കർഷകൻ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു, കർഷകൻ ഉണ്ടായിരുന്നു, പട്ടീനെ തൊട്ടില് കിടത്തി, കുഞ്ഞ് അവിടെ ഉണ്ട്, പിന്നെ കുഞ്ഞിന്റെ അവിടെ പിന്നെ പാമ്പ്, അങ്ങനെ ചില വേർഡ്സ് പറഞ്ഞു. പിന്നെ ടോട്ടലി സമ്മറൈസ് ചെയ്ത് വന്നപ്പോഴേക്കും ഒരു ഡിഫറെന്റ് മീനിങ്ങിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ അത് ഡിസ്ലെക്സിയന്റെ ഒരു സിംറ്റം ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവര് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടും അവർക്കത് സമ്മറൈസ് ചെയ്യാനോ അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴോ അവർക്കത് പറയാൻ സാധിക്കുന്നില്ല. അവർക്ക് ആ മീനിങ് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ അത് ഡിസ്ലെക്സിയ, റീഡിങ് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫിക്കൽട്ടീസ്. പിന്നെ നമ്മൾ ഡിസ്ഗ്രാഫിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ എക്സ്പ്രഷൻ, അവർക്ക് റൈറ്റിംഗിലായിരിക്കും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എഴുതാൻ കൊടുക്കുകയാണ്, എന്തെങ്കിലും എഴുതാൻ കൊടുക്കുന്ന സമയം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കാണാൻ പറ്റും, ഇല്ലെങ്കിൽ മിറർ റൈറ്റിംഗ് ഉണ്ടാവാം, ഇല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് തന്നെ എക്സ്ട്രാ ആഡ് ചെയ്ത് എഴുതാം. ഇപ്പൊ ട്രീ എന്നൊക്കെ പറഞ്ഞാൽ TREESTR എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ട്രാ 2-3 ലെറ്റേഴ്സും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്ത് എഴുതാം. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി എഴുതുന്ന എലിഫന്റ് എന്ന് എഴുതാനായിട്ട് പറഞ്ഞേ,
എലിഫന്റ് എന്ന് എഴുതാൻ പറഞ്ഞപ്പോഴേക്കും ആള് എഴുതിയത് A4T. ഓക്കെ, A ഇട്ടിട്ട് 4 ഇട്ടിട്ട് T. ഇതാണ് എലിഫന്റ്. അപ്പൊ ഇതെന്ത് എഴുതിക്കണേന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് ഇത് എലിഫന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കുട്ടിക്ക് ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ആണ് LD ആണെന്നുള്ളത്. അത് സിവിയർ ആയിട്ട് ആയിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതേപോലെയുള്ള റൈറ്റിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ എത്ര പേജിൽ എത്ര സ്ഥലം ഉണ്ടെങ്കിലും ഏറ്റവും കോർണറിലൊക്കെ പോയി എഴുതുക, ആ രീതിയിലായിരിക്കും. കുറെ സ്പേസ് ഉണ്ടെങ്കിലും അതൊന്നും വേണ്ട, ഏറ്റവും കോർണറിൽ പോയിട്ടായിരിക്കും അവർ എഴുതുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാം ഒന്നിന്റെ മേലെ ഒന്ന് ഓവർലാപ്പ് ഒക്കെ ആയിട്ടായിരിക്കാം അവര് എഴുതിയിട്ടുണ്ടാവുക. പിന്നെ ഡിസ്കാൽക്കുലിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാൽക്കുലേഷൻസിലുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക, അല്ലെ? അപ്പോ നമ്മൾ കണക്കിട്ട് കൊടുക്കാണ്, ഒരു പേപ്പർ എടുത്തിട്ട് 5+6 എത്രയാ, 2+3 എത്രയാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവര് എഴുതുന്നില്ല. അപ്പൊ ഇതിൽ തന്നെ ഈ ഡിസ്കാൽക്കുലിയിൽ തന്നെ നമുക്ക് പല ടൈപ്സ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് അറിയോ, നമ്മൾ ഈ 2+3 5+3 എന്ന് പറഞ്ഞ് പേപ്പറിൽ എഴുതി കൊടുക്കുമ്പോഴേക്കും അവർക്ക് ചിലപ്പോൾ അത് എഴുതാൻ കിട്ടുന്നുണ്ടാവില്ല. നമ്മൾ ഓറലി ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് കിട്ടാറുണ്ട്. അതുപോലെ അവർക്ക് വേർഡ് പ്രോബ്ലംസ് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പറയില്ല, എന്റെ കയ്യിൽ 5 പെൻസിൽ ഉണ്ട്, അതിൽ 2 എണ്ണം ഞാൻ നിനക്ക് തന്നു, ബാക്കി എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ തന്നെ സിവിയർ ആയിട്ട് വരുമ്പോഴേക്കും അവർക്ക് ഈ കാൽക്കുലേഷൻസ് ആണല്ലോ, അപ്പൊ മെന്റൽ കാൽക്കുലേഷൻസിനൊക്കെ ബാധിക്കാൻ തുടങ്ങും. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുക. അപ്പൊ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ആൾക്ക് ആക്സിഡന്റ് സംഭവിക്കാനായിട്ട് പോവാറുണ്ട്. അപ്പൊ പാരന്റ്സ് ഭയങ്കര വെറീഡ് ആണ്, എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കണേ, കുട്ടി എന്തെങ്കിലും അങ്ങനെ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാണോ എന്ന് വരെ പാരന്റ്സിന് ഡൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നത് ആ കുട്ടിക്ക് ഡിസ്കാൽക്കുലി ആണ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ വണ്ടി വരുന്ന സമയം ഈ കുട്ടിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ പൊതുവെ റോഡ് ക്രോസ് ചെയ്യുമ്പോഴേക്കും ഒരു വണ്ടി ദൂരെ നിന്ന് വരുന്ന കാണുമ്പോൾ നമ്മൾ നോക്കുമല്ലോ, ഓക്കെ വണ്ടി ഇത്ര സ്പീഡിലാ വരണേ, അപ്പൊ ഞാൻ സ്പീഡിൽ ക്രോസ് ചെയ്ത് എനിക്ക് അപ്പുറത്ത് എത്താം, ഇല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ തന്നെ നിൽക്കാം, വണ്ടി പോയി കഴിയുമ്പോൾ ഞാൻ ക്രോസ് ചെയ്യാം, അല്ലെ? അത് നമ്മുടെ ഒരു കാൽക്കുലേഷൻ അല്ലേ. ഇതുപോലും അവർക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ കാൽക്കുലേഷൻസിലാണല്ലോ ബുദ്ധിമുട്ട്. അപ്പൊ അത് അവരുടെ ഡെയിലി ലൈഫിനെ ചെറിയ രീതിയിൽ ബാധിക്കാനായിട്ടും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് 3 കോർ ആയിട്ടുള്ള നമ്മൾ ടൈപ്സ് നോക്കിക്കഴിഞ്ഞാൽ: ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ. അപ്പോൾ ഇതിന്റെ കോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീനേറ്റൽ കോസസ് ആവാം. ഇപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പുവർ ന്യൂട്രീഷൻ ആണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ആൽക്കഹോളോ സ്മോക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും എക്സ്പോഷേഴ്സ് ഉണ്ടാവാം, BP കൂടാ, അങ്ങനെയുള്ള കാര്യങ്ങളാവാം. അല്ലെങ്കിൽ ബർത്തിന്റെ സമയത്ത് ഡെലിവറി ടൈമിലുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ, പ്രീമെച്വർ ബർത്തോ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലേബറോ, അല്ലെങ്കിൽ ബ്രെയിനിൽ ബർത്ത് ടൈമിൽ ഉണ്ടായ എന്തെങ്കിലും ഇഞ്ചറീസോ അങ്ങനെയുള്ള കാര്യങ്ങളാവാം, ഇല്ലെങ്കിൽ ആഫ്റ്റർ ബർത്ത് ആയിട്ടുള്ള കോസസ് ആവാം. അങ്ങനെ ഇത്തരത്തിലുള്ള കോസസ് നമ്മൾ പറഞ്ഞു ബ്രെയിൻ വയർ ചെയ്തേക്കുന്ന ഡിഫറെന്റ്ലി ആണെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് മെയിൻലി ഈ ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് നയിക്കണേ. അപ്പൊ നമ്മളിപ്പോ ആദ്യം പറഞ്ഞ ലേണിംഗ് ഡിഫിക്കൽട്ടി, അതുപോലെ ഇപ്പോ ലേണിംഗ് ഡിസബിലിറ്റി, ഇപ്പൊ സ്ലോ ലേണിംഗ് നോക്കിക്കഴിഞ്ഞാലും ഇവിടെയൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരിൽ ഒരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർക്ക് റെമഡിയേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ റെമഡിയേഷൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഒരു ലേണിംഗ് പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ അവര് ചിലപ്പോൾ പഠിച്ച കാര്യം തന്നെ ആയിരിക്കും, പക്ഷെ ആ സംഭവം തന്നെ അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അവരിൽ ഇൻപുട്ട് ചെയ്യുക എന്നുള്ളതാണ് റെമഡിയേഷനിൽ വരിക. എന്ന് വെച്ചാൽ ഇതൊരു എക്സ്ട്രാ കോച്ചിങ്, ഒരു എക്സ്ട്രാ കോച്ചിങ്ങോ അല്ലെങ്കിൽ ട്യൂഷൻ പോലെ അല്ല. അപ്പൊ ചില സമയത്ത് റെമഡിയേഷനും ട്യൂഷനും കൂടി ഇങ്ങനെ ഒരു ഇത് വരാറുണ്ട്, ട്യൂഷൻ തന്നെ അല്ലേ റെമഡിയേഷൻ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അത് രണ്ടും രണ്ടാ. കാരണം നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ കുട്ടീനാക്കുമ്പോ എങ്ങനെയാ, ഇപ്പൊ ആൾക്ക് എന്താ പറയാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാന്ന് വിചാരിച്ചോ, അപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം കുട്ടിക്ക് എഴുതിയിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല, ട്യൂഷൻ ആക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്യൂഷൻ കൊണ്ടേ ആക്കും.
ട്യൂഷൻ ആക്കി കഴിയുമ്പോഴേക്കും 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു പാരന്റ് അല്ലെങ്കിൽ കുട്ടി പറയുന്നതൊക്കെ എന്തിനാ എന്നെ ട്യൂഷനൊക്കെയാ, സ്കൂളിൽ പഠിച്ച അതേ കാര്യം തന്നെയാണ് എന്നെ ട്യൂഷൻ ക്ലാസ്സിലും പഠിപ്പിക്കണം, എനിക്കൊന്നും മനസ്സിലാവണില്ല എന്നുള്ളത്. പക്ഷെ ചില ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്, അവർ ഇതേപോലെ ആ കുട്ടിയുടെ പ്രശ്നം നോക്കി പഠിപ്പിക്കുന്നവരും ഉണ്ട്. അതല്ലാതെ നമ്മളൊരു സെന്റേഴ്സിലൊക്കെ പോകുമ്പോൾ ഓരോ ബാച്ച് സ്റ്റുഡൻസിനാണെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ പൊതുവേ ട്യൂഷൻ സെന്റേഴ്സിൽ അവർ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. ഇവിടെ റെമഡിയേഷൻ എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയാ, ആ കുട്ടീന്റെ ഡിഫിക്കൽട്ടി എന്താന്ന് നോക്കിയിട്ട്, ഇപ്പൊ മാത്സിലാണ് അവരുടെ പ്രശ്നം, അല്ലെങ്കിൽ വായിക്കുന്നതിലാണ് അവരുടെ പ്രശ്നം, എഴുതുന്നതിലാണ് പ്രശ്നം, ആ പ്രശ്നത്തിന് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയൽ മെഷേഴ്സ് ആയിരിക്കും നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുക. അപ്പൊ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ എങ്ങനെയാ പൊതുവെ എഴുതി തരും, എഴുതിയിട്ട് അതൊരു 10 പ്രാവശ്യം എഴുതാൻ പറയാ, അല്ലെങ്കിൽ ഓറലി വായിച്ച് പഠിക്കാൻ പറയാ, അങ്ങനത്തെ കാര്യങ്ങളല്ലേ വരാ. പക്ഷെ ഇവിടെ റെമഡിയൽ എഡ്യൂക്കേഷൻ ആകുമ്പോഴേക്കും നമ്മൾ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് എങ്ങനെ പഠിക്കാം, ആ കുട്ടീന്റെ ഇപ്പോ ഗെയിമിലൂടെയാണോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൂടെയാണോ, ഇപ്പൊ നമ്മൾ പൊതുവെ കേൾക്കുന്ന ഫ്ലാഷ് കാർഡ്സ് വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മളിപ്പം ഈ സബ്ട്രാക്ഷൻ ഒക്കെ പഠിപ്പിക്കാനേ നമ്മൾ സാധാരണ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതിയാണല്ലോ കൊടുക്കണത്. അതിന് പകരം ഇങ്ങനെ ഓരോ ഇമോജിയുടെ ഫേസ് ഒക്കെ വരച്ചിട്ട് അതിന്റെ മേലെ നമ്മൾ മറ്റേ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടല്ലോ, ആ സ്റ്റിക്കി നോട്ട്സ് ഒരു 5 എണ്ണം വെച്ചിട്ട് ആ നീളത്തിലുള്ളത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കും ഇമോജിയുടെ തലയിൽ. അപ്പൊ അതാണ് ആ കുട്ടിയുടെ ഹെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അടുത്ത് റെമഡിയൽ എഡ്യൂക്കേഷൻ വന്ന കുട്ടീനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ പറയും, ഇത് നോക്കി ഇയാളുടെ തലയിൽ 5 മുടിയാണ്, അത് 5 ഹെയർ ഉണ്ട്. നമുക്ക് ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ 5 - 2 എന്നാണ് എഴുതിയേക്കണേ. അപ്പൊ 5 ഹെയർ ഉണ്ട് അല്ലേ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, 2 നമുക്ക് കട്ട് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് മറ്റേ സേഫ്റ്റി സിസേഴ്സ് ഉണ്ടാവുമല്ലോ, ആ സിസേഴ്സ് വെച്ചിട്ട് ആ 2 ഇത് കട്ട് ചെയ്ത് കളയും. അപ്പൊ ബാക്കി എത്രയുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ കുട്ടികൾ കുറച്ചും കൂടി ഫണ്ണായിട്ടായിരിക്കും പഠിക്കുക. അപ്പൊ നമ്മളൊരു ബാർബർ ഷോപ്പ് പോലെ സെറ്റ് ചെയ്ത് പഠിപ്പിക്കുക, ഇല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു പേഷ്യന്റ് വരുന്ന പോലെ ടീച്ചറും കുട്ടി നമ്മൾ കളിച്ച് പഠിക്കില്ലേ, അത് തന്നെ ആ കുട്ടിക്ക് ആവശ്യമുള്ള രീതി എന്താണോ ആ രീതിയിൽ നമ്മൾ പഠിപ്പിക്കും. അപ്പൊ അവിടെ നമ്മൾ പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്കൂളിൽ കുറെ ഡെഫിനേഷൻസും അത് ഇതൊക്കെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ, റെമഡിയലിൽ എഡ്യൂക്കേഷനിൽ അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് സ്വയമേ വായിക്കാനും എഴുതാനും പറ്റണം, അതിലേക്ക് നമ്മൾ ആ കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ് റെമഡിയൽ എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ നമ്മൾ ഇത് പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആഡ് ഓൺ ആണ്, നമ്മൾ എന്ത് ജോബാണോ ചെയ്യുന്നത് അതിനൊരു ആഡ് ഓൺ ആയിട്ടുള്ള ഒരു സ്കില്ലായിട്ട് തന്നെ ആയിരിക്കും നമുക്ക് റെമഡിയേഷൻ പഠിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കുട്ടികളായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് സ്യൂട്ടബിൾ ആണ്. കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവണം. പെട്ടെന്ന് നമുക്ക് ക്ഷമ പോകുന്നതാണെങ്കിൽ ചിലപ്പോൾ അത് അത്ര പോസിബിൾ ആവണമെന്നില്ല. കാരണം ചിലപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ കുട്ടി അത്ര ഇൻട്രസ്റ്റ് കാണിച്ചില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരില്ലേ. അപ്പോൾ നമ്മൾ കുട്ടികളോടുള്ള അത്രയും ഇഷ്ടമുണ്ടെങ്കിൽ ശരിക്കും ഒരു അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള, നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അവര് വായിക്കാൻ തീരെ അറിയാതെ വരുന്ന കുട്ടികൾ പതുക്കെ സ്ലോ ആണെങ്കിലും ശരി ഓരോ പ്രോഗ്രസ് നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്ന സമയത്തുണ്ടല്ലോ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ കുട്ടീന്റെ മുഖത്ത് ആ ഹാപ്പിനെസ് കാണുമ്പോൾ പാരന്റ് വന്ന് പറയല്ലോ, ഇതെങ്ങനെ ശരിയായെന്ന് അറിയില്ല, എത്ര നാളുകൊണ്ടിട്ടാ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടണം, പക്ഷെ ഇപ്പൊ ആള് വായിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ബസ്സിന് പോകുമ്പോ ഓരോ ലെറ്റേഴ്സ് കാണുമ്പോ ആ ലെറ്റർ വായിക്കും, ബസ്സിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ തുടങ്ങി, എന്ത് കിട്ടിയാലും ചോക്ലേറ്റോ എന്ത് കടയിൽ നിന്ന് വാങ്ങിയാലും അപ്പോ അതെടുത്ത് നോക്കും ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ട്, അതിന്റെ സൗണ്ട് എങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതൊക്കെ കുട്ടിയിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റും. അപ്പൊ അത് കാണുമ്പോൾ നമുക്കും അതിലൊരു സാറ്റിസ്ഫാക്ഷൻ വരും. പിന്നെ അതുപോലെ തന്നെ ആ കുട്ടീനെ സംബന്ധിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഉപകാരം. കാരണം ആ കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എഴുതാൻ ബുദ്ധിമുട്ട്, മാത്സിൽ ബുദ്ധിമുട്ട്, അത് മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ആ കുട്ടികളുടെ ഉള്ളിൽ അവര് സഫർ ചെയ്യുന്ന കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടാവും, പുറത്തേക്ക് പറയാതെ. ഈ പറഞ്ഞ പോലെ എല്ലാവരും എഴുതി കഴിയുമ്പോൾ ഇവരിങ്ങനെ ഇരിക്കുക, അവർക്ക് എഴുതാൻ കിട്ടുന്നില്ല. അല്ലെങ്കിൽ എല്ലാവരും പാസ്സായപ്പോ ഇവര് പാസ്സായിട്ടില്ല. 10ാം ക്ലാസ് ആയിട്ടും വായിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു ചോക്ലേറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ചോക്ലേറ്റിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ വായിക്കാൻ കഴിയുന്നില്ല. മെസ്സേജ്, അത് വേറൊരു കാര്യം. ചാറ്റ് ചെയ്യുന്ന സമയത്ത് ചാറ്റിങ്ങിൽ നമ്മൾ എഴുതി ടെക്സ്റ്റ് അയക്കണമല്ലോ, ആ ടെക്സ്റ്റ് അയക്കാൻ അറിയാൻ പാടില്ല. അതായിരുന്നു ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ടുള്ള
പ്രശ്നം. പഠിക്കാൻ ആൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആയിരുന്നു. പക്ഷെ ആൾക്ക് എഴുതുന്നതിനേക്കാളും ആൾക്ക് എവിടെയാണ് വിഷമം തോന്നിയെന്ന് വെച്ചാൽ ഇവര് തമ്മിൽ ചാറ്റ് ചെയ്യും ഈ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഒക്കെ. പക്ഷെ ഈ കുട്ടിക്ക് മാത്രം ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഏത് സൗണ്ട് എങ്ങനെ ലെറ്റർ വരും എന്നുള്ളത് ആൾക്ക് അറിയുന്നില്ല. അപ്പൊ ഇവർക്ക് അങ്ങനെയും ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്താൻ തുടങ്ങും. അല്ലെങ്കിൽ ടീച്ചേഴ്സ് എപ്പോഴും കമ്പയർ ചെയ്യുക, പാരന്റ്സ് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ പാരന്റ്സ് പറയാ നീ പഠിക്കാത്തത് കാരണം നിനക്ക് ഇനി ഒന്നും ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പക്ഷെ ചിലപ്പോൾ ആ കുട്ടി ട്രൈ ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ അതിന് പറ്റാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ ആ സമയത്തൊക്കെയും ഈ റെമഡിയൽ എഡ്യൂക്കേഷൻ ആണ് അവർക്ക് എപ്പോഴും അതിന്ന് പുറത്തേക്ക് വരാൻ ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് നമ്മളൊരു ഇന്റർവെൻഷൻസ് കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ അതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വലിയ കുഴപ്പമില്ലാതെ പോകും. ആദ്യത്തെ കുറച്ച് നാളുകളൊക്കെ വലിയ പ്രശ്നമില്ല, ചിലപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ പാസ്സാക്കി വിടുന്നുണ്ടാവും. 10th സ്റ്റാൻഡേർഡ് ഒക്കെ എത്തുമ്പോഴേക്കാണ് ഭയങ്കര പ്രശ്നങ്ങൾ വരാം. അപ്പൊ നമ്മളത് ഏർലി ഐഡന്റിഫൈ ചെയ്തില്ല എന്നാണെങ്കിൽ 10ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെ എക്സാം പാസ്സാവുമെന്ന് പോലും ആ സമയത്ത് അപ്പൊ എന്ത് പറ്റും, ഈ LDന്റെ കൂടെ അവർക്ക് സെക്കൻഡറി കണ്ടീഷൻസ് വരാൻ തുടങ്ങും. ചിലപ്പോൾ ആങ്സൈറ്റിയോ ഡിപ്രഷനോ എന്താണ്, ചിലപ്പോൾ അവർക്ക് ടെസ്റ്റ് വരുമ്പോൾ ആങ്ഷ്യസ് ആവാ, അതല്ലാതാണെങ്കിൽ പാനിക് അറ്റാക്ക് വരാ. അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വയമേ ഉള്ളിൽ അറിയാൻ പറ്റും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇപ്പൊ ഞാൻ 10th എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പാസ്സാവില്ല, അല്ലെങ്കിൽ +2 എക്സാം എഴുതി ആവില്ല. അപ്പൊ അവർക്ക് ഒരു 9th വരെയും അവർക്ക് ചിലപ്പോ അങ്ങനെ വലിയ വിഷമില്ലാതെ ചിലപ്പോൾ പോകുന്നുണ്ടാവും. പക്ഷെ 10th എത്തിക്കഴിയുമ്പോഴേക്കും ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് കൂടും. കാരണം എല്ലാവരും പറയുന്നത് വെച്ചാൽ 10th അവർക്ക് മാർക്ക് സ്കോർ ചെയ്യേണ്ട, എല്ലാവരും ചോദിക്കും. തോറ്റു പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ഫീല് വരുമ്പോഴേക്കും ആ സമയത്തും ഇവർക്ക് സ്ട്രെസ് കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്നാണോ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അപ്പം മുതൽ നമുക്ക് റെമഡിയേഷൻ കൊടുത്തു തുടങ്ങാൻ പറ്റും. ഇപ്പൊ ലേണിംഗ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഒരു ലേണിംഗ് ഗ്യാപ്പ് വന്ന കുട്ടികളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു 5 ദിവസം കൊടുത്താൽ തന്നെ റെമഡിയേഷൻ കൊടുത്താൽ മാറ്റങ്ങൾ വരും. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർക്ക് പ്രോഗ്രസ് വരും, ചിലപ്പോൾ അത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു മാസം കൊടുക്കുക, ഒരു മാസം റെമഡിയേഷൻ കൊടുക്കുക, പിന്നെ വേണമെങ്കിൽ ഒരു ബ്രേക്ക് കൊടുക്കുക, ബ്രേക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ എപ്പോഴും അവരിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് അതെന്താ മാനേജബിൾ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഏരിയാസിലൊക്കെ തന്നെയും നമ്മൾ നോക്കിക്കഴിഞ്ഞെങ്കിൽ റെമഡിയേഷൻ ആണ് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതൊന്നും അല്ല, സാധാരണ കുട്ടികൾക്കാണെങ്കിൽ പോലും ഒരു ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുപോയി ആക്കുന്നതിനേക്കാളും അവർക്ക് പെട്ടെന്ന് ആ ബേസിക് അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷൻ കറക്റ്റ് ആവാനായിട്ട് നല്ലതും റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? Yes, ma'am. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നും പറഞ്ഞിട്ടില്ല, നമ്മളൊരു ഔട്ട്ലൈൻ പറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞില്ല, ഒരു ഓറിയന്റേഷൻ എന്ന നിലയ്ക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ലേണിംഗ് ഡിഫിക്കൽട്ടി പറഞ്ഞിരുന്നു, ലേണിംഗ് ഡിസബിലിറ്റി പറഞ്ഞിരുന്നു, പിന്നെ റെമഡിയൽ എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ നമുക്ക് കോഴ്സിന്റെ കാര്യങ്ങള് ഫൈസൽ സർ പറയുന്നതായിരിക്കും കേട്ടോ. ഫൈസൽ സർ. ഓക്കെ, താങ്ക് യു വർഷ മാം, വളരെ താങ്ക് യു. സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ വർഷ മാമിന്റെ ക്ലാസ്സുകൾ കേട്ടു. നമ്മൾ വിമൽ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ ഏകദേശം ഒരു 8 ബാച്ച് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിഫിക്കൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാച്ചുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് നടത്താൻ പറ്റിയിരുന്നു. പ്രാക്ടിക്കൽ എക്സ്പോഷറോട് കൂടി തന്നെയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ഡിപ്ലോമ കോഴ്സ് നമുക്ക് സംഘടിപ്പിക്കാം, അതിന്റെ ഒരു ആവശ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സ് നമ്മൾ സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ അതിന്റെ ഒരു പിന്നെ ഡിപ്ലോമ കോഴ്സിന്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാളെയാണ്. ഓഗസ്റ്റ് 18-ാം തീയതി മുതലാണ് നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെന്റ് എന്നുള്ളതാണ് ഒരു കോഴ്സിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പൊ 6 മാസമാണ് അതിന്റെ കാലാവധി നമ്മൾ ഉദ്ദേശിക്കുന്നത്. 6 മാസത്തെ ക്ലാസ് ആയിരിക്കും. അതിൽ 2 ക്ലാസ്സുകളാണ്, വീക്കിലി 2 ക്ലാസ്സുകളാണ് ഉദ്ദേശിക്കുന്നത്. മൺഡേ ആൻഡ് ട്യൂസ്ഡേ സൂം ലൈവ്
ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും. രാത്രി 8:30 മുതൽ 9:30 വരെ ആയിരിക്കും നമുക്ക് സെഷൻ ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് പിന്നെ അതുമായി ബന്ധപ്പെട്ട് ആക്ടിവിറ്റീസ്, കേവലം ക്ലാസ്സുകൾ നൽകുക എന്നുള്ളതല്ല. ഇപ്പോൾ കഴിഞ്ഞ എൽഡിയുടെ ബാച്ചുകളിലൊക്കെ പങ്കെടുത്തവർക്കറിയാം, ഓരോ ദിവസവും ആരൊക്കെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു, അതേപോലെ തന്നെ ആരൊക്കെ നോട്ട്സ് തയ്യാറാക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കോർഡിനേറ്റർ അത് ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ ആക്ടിവിറ്റീസ്, ഓരോ ആഴ്ചയിലും ആക്ടിവിറ്റീസ് ഉണ്ടാകും. ആ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യണം. അത് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കോർഡിനേറ്റർ അത് ഇവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്യും. ആ രീതിയിൽ എല്ലാവരും അത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ആ ഒരു കോഴ്സ് കംപ്ലീഷനിലേക്ക് പോവുക. കാരണം ഇവിടെ നേരത്തെ മാം ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റെമഡിയൽ ട്രെയിനർ, അതിലെ റെമഡിയൽ സപ്പോർട്ടർ എന്നൊക്കെ പറയുന്ന സമയത്ത് കേവലം വെറുതെ ഇങ്ങനെ പോയിട്ട് നമുക്കൊന്നും അറിയാതെ നമ്മളവിടെ ഒരു കുട്ടിയെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പഠിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കുട്ടിയെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ജീവിതത്തിൽ തന്നെ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യണം എന്ന്, അതല്ലെങ്കിൽ ആ ഒരു കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായിട്ട് അത് ഡീൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് നമ്മുടെ നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് തന്നെ അത് നൽകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അതേപോലെ തന്നെ അതിലൊരു ഒരു ഓഫ്ലൈൻ സെഷൻ ഉണ്ടാകും. അത് നമ്മുടെ ഇവിടെ തൃശ്ശൂർ വെച്ചിട്ടായിരിക്കും നമ്മൾ സംഘടിപ്പിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരിക്കും. അതൊരു നമ്മൾ തുടങ്ങിയിട്ട് ഒരു 4-ാമത്തെ മാസം അല്ലെങ്കിൽ 5-ാമത്തെ മാസമൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു സെഷൻ ഉണ്ടാകുക. നേരത്തെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മളിവിടെ നേരത്തെ മാം പറഞ്ഞതുപോലെ തന്നെ LD ഡയഗ്നോസിസ് ചെയ്യാനുള്ള റൈറ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനാണ്. അവരാണ് LD. അത് LD ആണ് എന്ന് അവര് പിന്നെ ഡയഗ്നോസിസ് ചെയ്യേണ്ട റൈറ്റ് അവർക്കാണുള്ളത്. നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അത് മാനേജ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമായിരിക്കും നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെമഡിയൽ ട്രെയിനിങ്ങുകളും അതിന്റെ ആക്ടിവിറ്റീസ്, അസസ്മെന്റ്, വർക്ക് ഷീറ്റുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഈ റെമഡിയേഷന് ഒപ്പം തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെന്റ് അടക്കമുള്ള കുറച്ചുകൂടി എലമെന്റുകൾ, അതേപോലെ തന്നെ നമ്മൾ നൽകുന്ന ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കുകൾ കൂടി നമ്മൾ ഈ ഒരു റെമഡിയേഷൻ ട്രെയിനിങ്ങിൽ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റു അക്കാദമികൾ നൽകുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഇവിടെ നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുടെ എലമെന്റ്സുകൾ കൂടി ഇതിലേക്ക് ചേർത്തുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ഏറ്റവും നന്നായിട്ട് തന്നെ ആ ഒരു കോഴ്സിനെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡിയുടേതാണ്. അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് എംബസി അറ്റസ്റ്റേഷൻ, അതേപോലെ തന്നെ PSC തുടങ്ങിയിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്താണ് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാനും പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ക്യാമ്പുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അതിൽ വരാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് 21 ദിവസം നിങ്ങൾക്കൊരു കുട്ടിക്ക് റെമഡിയൽ ട്രെയിനിങ് നൽകേണ്ടതുണ്ട്. അത് ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് അസൈൻ ചെയ്ത് തരും. അത് ഈ ഒരു കോഴ്സിന്റെ 5-ാമത്തെ മാസമായിരിക്കും നിങ്ങൾ അത് ചെയ്യേണ്ടി വരിക. അപ്പൊ ഇവിടെ നിന്ന് നൽകുന്ന ആ ഒരു കുട്ടിയെ നിങ്ങൾ അസസ്മെന്റ് എടുക്കുക, ആ കുട്ടിക്ക് റെമഡിയേഷൻ നൽകുക എന്നുള്ളതാണ്. ആ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങളത് ചെയ്യേണ്ടതാണ്. അപ്പൊ ആ രീതിയിൽ ഓവറോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കോഴ്സിന്റെ ഒരു പ്രോസസ്സ് ഉണ്ടാവുക. അതേപോലെ തന്നെ എക്സാമിനേഷൻ ഉണ്ടാകും. അത് ഓൺലൈനിൽ തന്നെ സൂമിൽ നിങ്ങൾക്ക് ലൈവ് സെഷൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ നോട്ട്സുകൾ, നിങ്ങളുടെ പ്രസൻസ്, ആക്ടിവിറ്റീസ്, ഒരു കുട്ടിക്ക് നിങ്ങൾ റെമഡിയേഷൻ കൊടുക്കുന്നത്, ഇതെല്ലാം ചേർത്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ ഇവാലുവേഷൻ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. അതേപോലെ തന്നെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് പുതുതായിട്ട് ന്യൂ അഡ്മിഷൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നവർക്ക് 10,000. അതേപോലെ തന്നെ വിംബിൾ അലുമിനി, അതായത് നേരത്തെ ഏതെങ്കിലും ഒരു കോഴ്സ് വിംബിൾ അക്കാദമിയിൽ നേരത്തെ എടുത്ത ആളുകളാണെങ്കിൽ അവർക്ക് 9,000. അതേപോലെ തന്നെ LDയുടെ 1 മന്ത് കോഴ്സ് ചെയ്ത ആളുകൾക്ക് 7,500. ഈ രൂപത്തിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ ഉണ്ട്, 3 തവണയായിട്ട് അടച്ചാൽ മതി. അപ്പൊ ആ രൂപത്തിലാണ് ഇപ്പൊ നമ്മൾ ഓവറോൾ കോഴ്സ് സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ മാം എടുത്ത ക്ലാസ്സുമായി ബന്ധപ്പെട്ടും ഇപ്പൊ നമ്മൾ കോഴ്സ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ക്ലാരിഫിക്കേഷൻ നൽകുന്നതായിരിക്കും. എത്ര മാസത്തെ കോഴ്സാണ് സർ? 6 month ഡ്യൂറേഷൻ, 6 മാസം. ഞാൻ നേരത്തെ CBTന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് 9,000 ആവോ വരിക? അതെ യെസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് അടയ്ക്കാം. ഫസ്റ്റ് ടൈമിൽ 3,000 അടയ്ക്കുന്നു, പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, പിന്നെ വീണ്ടും 2 മാസം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ഹലോ സർ. യെസ് മാം. LDയുടെ കോഴ്സ് മുന്നേ ചെയ്തവരെന്ന് പറഞ്ഞല്ലോ, അത് വിൻബിൽന്ന് ചെയ്തവർക്കാണോ അതോ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ചെയ്തവർക്കാണോ? വിംബിളിന് ചെയ്തവർക്കാണ്. ഓക്കെ. സർ, പറഞ്ഞു. ആഴ്ചയിൽ 2 ദിവസമാണോ ക്ലാസ് അതോ ഡെയിലി ക്ലാസ് ഉണ്ടോ? ആഴ്ചയിൽ 2 ക്ലാസ് ആണ്. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച സൂം സെഷൻ രാത്രി 8:30 മുതൽ 9:30 വരെ. ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് ആക്ടിവിറ്റി ഉണ്ടാകും. കാരണം നമ്മൾ കേവലം പഠിച്ചു പോകുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മാം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ലെറ്റേഴ്സ് ഫോർമേഷൻ ഉണ്ടാകും, അതല്ലെങ്കിൽ കാർഡ്സുകൾ തയ്യാറാക്കാനുണ്ടാകും, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനുണ്ടാകും. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങളെ കൊണ്ട് പതിയെ പതിയെ ചെയ്യിപ്പിച്ചു വരും. അപ്പോൾ ആഴ്ചയിൽ ചിലപ്പോൾ 1-2 ആക്ടിവിറ്റീസ് ഉണ്ടാകും, അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. സർ, റെമഡിയേറ്റർ ആവാൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്? ഒരു സ്ഥാപനത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്? ഒരു സ്ഥാപനത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ ആ സ്ഥാപനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഏത് സ്ഥാപനം ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അവരാണ് നിശ്ചയിക്കുക എന്താണ് ഈ ക്വാളിഫിക്കേഷൻ, ഞങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളത് നിശ്ചയിക്കുന്നത് അതത് സ്ഥാപനങ്ങളാണ്. ഒരു കൗൺസിലിംഗ് സെന്റർ അതല്ലെങ്കിൽ ഒരു ക്ലിനിക്ക്, അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവരാണ് പറയുക ഇയാൾക്ക് പിന്നെ ഡിപ്ലോമ മതിയോ, അതല്ലെങ്കിൽ ആൾക്ക് +2 കൂടി വേണോ, അതല്ലെങ്കിൽ ആൾക്ക് ഒരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ സൈക്കോളജി വേണോ, PG ഇൻ സൈക്കോളജി വേണോ എന്ന് തീരുമാനിക്കുന്നത് അതത് സ്ഥാപനങ്ങളാണ്. ഓക്കെ സർ, താങ്ക് യു. ഇപ്പൊ 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് പോലും RCI ലൈസൻസ്ഡ് കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. നിലവിൽ RCI ലൈസൻസ് പിന്നെ ഉള്ള കോഴ്സുകൾ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും നമ്മളിപ്പോ എത്രയാണ് നമ്മുടെ യോഗ്യതയാണെങ്കിൽ പോലും നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കാരണം സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു മെന്റൽ ഹെൽത്ത് അതല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സോറി, പറഞ്ഞോളൂ. എന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ആവുന്നത്? നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓൾറെഡി നമുക്ക് അഡ്മിഷൻസ് വന്നു, ഏകദേശം അഡ്മിഷൻസ് ആയിട്ടുണ്ട്. നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. തിങ്കൾ ചൊവ്വ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹലോ സാർ, ഈ 6 months ഈ LD മാത്രമേ ഉള്ളൂ? അതെ, 6 months LD മാത്രമാണ് ഉള്ളത്. യെസ്. ചൈൽഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ട് ബാക്കിയുള്ള ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ട് ഉണ്ടാവുമോ? ഇല്ല, നമ്മൾ ലേണിംഗ് ഡിസോർഡേഴ്സ് മാത്രമായിരിക്കും കവറപ്പ് ചെയ്യുക. അത് ഇൻഡെപ്തിൽ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഡിപ്ലോമ എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ. അപ്പൊ ലേണിംഗ് ഡിസോർഡറിൽ ഇൻഡെപ്തിൽ നമ്മൾ ചർച്ച ചെയ്ത് അതിനെങ്ങനെയൊക്കെ പിന്നെ അതിന്റെ തിയററ്റിക്കൽ പാർട്ട്, അത് ആപ്ലിക്കേഷൻ ലെവൽ, അതിന്റെ റെമഡിയേഷൻ സ്ട്രാറ്റജീസ്, അതിനോടനുബന്ധിച്ച് അതിനെങ്ങനെയൊക്കെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അതിന്റെ തിയറിയും ആപ്ലിക്കേഷൻ മാത്രം മതിയാവില്ല, അതിനേക്കാൾ അപ്പുറത്ത് കുറച്ച് സ്കിൽസ് കൂടി നമുക്ക് ആവശ്യം ഉണ്ടാകും. അപ്പൊ കുട്ടിയെ വരാനും കുട്ടിയെ അടുത്തിരുത്താനും ആ കുട്ടിയോട് സംസാരിക്കാനും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് പിന്നെ ആ കുട്ടിക്ക് നന്നായിട്ട് റെമഡിയേഷൻ കൊടുക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എന്തിന് നമ്മളുടെ അടുത്തേക്ക് വരണം എന്നൊരു ചോദ്യമുണ്ട്. ആസ് എ കൗൺസിലർ, ആസ് എ സൈക്കോളജിസ്റ്റ്, ആസ് എ റെമഡിയൽ ട്രെയിനർ, ആരും ആയിക്കോട്ടെ, എന്തിന് നമ്മളുടെ അടുത്തേക്ക്, വൈ ദേ ഹാവ് ടു ചൂസ് അസ്, എന്നെ എന്തിന് ചൂസ് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട്. ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോളജിനോടൊപ്പം തന്നെ നമുക്ക് നല്ല സ്കിൽസ് ഉണ്ടാവണം. അപ്പൊ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാകണം, നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് ക്ലിയർ ആവണം, നല്ല ഗോൾ ഉണ്ടാകണം.
അവരോട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെയുള്ള ഒരു മനോഹാരിത നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കുട്ടി നമ്മുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും വരാൻ താല്പര്യപ്പെടുക. അതല്ലെങ്കിൽ കുട്ടി വരും, പിന്നെ വീട്ടിലോട്ട് പോയിട്ട് പറയും എനിക്ക് പിന്നെ അവരുടെ അടുത്ത് പോകാൻ പറ്റില്ല എന്ന് പറയും. നമുക്ക് നല്ല നോളജ് ഉണ്ടാവും, പക്ഷെ ആ നോളജ് ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ കുട്ടിയോട് അപ്രോച്ച് ചെയ്യാനും കുട്ടിയോട് സംസാരിക്കാനും ഇടപഴകാനും എന്തൊക്കെ നമുക്ക് പിന്നെ ഏതൊക്കെ രീതിയിൽ നമ്മളെ ഷേപ്പ് ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടി, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ പിന്നെ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാർ നമ്മളിപ്പോ കുട്ടികൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ ഓട്ടിസ്റ്റിക് വരുന്നുണ്ട്, പിന്നെ അതുപോലെ ADHD വരുന്നുണ്ട്, പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി വരുന്നുണ്ട്, പിന്നെ ആസ്പെർജർ സിൻഡ്രോം അതുപോലത്തെ ഉള്ള കേസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോ നമ്മൾ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആ ഒരു ബേസിലേക്ക് മാത്രം 6 മാസം കൊണ്ട് തിരികെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. 6 മാസം കൊണ്ട് ഇപ്പോ നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ നമ്മള് ഏകദേശം പോവുകയാണെന്ന് വിചാരിച്ചാല് അപ്പൊ നമ്മള് ലേണിംഗ് ഡിസബിലിറ്റിന്റെ ആ കാര്യം മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. ഇത് നമ്മൾ സ്പെഷ്യലൈസേഷൻ ആണല്ലോ, അതായത് നമ്മൾ ഒരു ആഡ് ഓൺ ആണ് ശരിക്കും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോ സ്പെഷ്യലൈസേഷൻ ആണ്. ഞാനിപ്പോ ഒരു വിഷയത്തിൽ എക്സ്പേർട്ട് എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ ഡോക്ടർമാരെ തന്നെ കണ്ടിട്ടില്ലേ, ഓരോ വിഭാഗത്തിലുമാണ് എക്സ്പേർട്ട് ഉണ്ടാവുക. ന്യൂറോളജി ഉണ്ടാവും, യൂറോളജി ഉണ്ടാകും, കാർഡിയോളജിസ്റ്റ് ഉണ്ടാകും, ഫിസിഷ്യൻ ഉണ്ടാകും. അപ്പൊ നമുക്ക് സ്പെഷ്യലൈസേഷൻ, ഇപ്പൊ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇത്ര റെമഡിയേഷൻ കൊടുക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ഒരുപാട് പിന്നെ ഒത്തിരി കുട്ടികളെ, ആയിരക്കണക്കിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്, ആളുകളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ചില ആളുകൾക്ക് കൂടുതൽ കൗൺസിലിംഗ് ചെയ്യാനായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് തെറാപ്പി ചെയ്യാനായിരിക്കും ഇഷ്ടം. ഇനി കൗൺസിലിംഗിൽ തന്നെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഫാമിലിയിൽ കൗൺസിലിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ജെറിയാട്രിക്കിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതില് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമ്മൾ ഏതിൽ ഫോക്കസ് ചെയ്യണം, നമ്മൾ അതിൽ ഏതിൽ എക്സ്പേർട്ട് ആകണം എന്നത് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ നമ്മൾ ഓവറോൾ എല്ലാത്തിലും നിൽക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ചില എക്സ്പേർട്ടൈസ് ഏരിയാസ് ഉണ്ടാകണം. നമുക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാം, ബട്ട് നമുക്കൊരു എക്സ്പേർട്ട് ഏരിയ നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ നോളജ് പിന്നെ സീക്ക് ചെയ്യുന്ന, നോളജ് പിന്നെ കൂടുതലായിട്ട് നോക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്ക് ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടുന്ന, താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കും കൂടുതലും ഇത്തരം ഡിപ്ലോമ കേസുകളിലേക്ക് വരാം. ബാക്കിയുള്ള ഒരു 1 മന്ത് കോഴ്സോ അതല്ലെങ്കിൽ മറ്റു കോഴ്സുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോകും. സാർ, ഈ ചിൽഡ്രൻസിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഡിസോർഡർ ഏതാണെന്ന് പറയാമോ? ചിൽഡ്രൻസിൽ വ്യത്യസ്തമായിട്ടുള്ള അതുകൾ വരാറുണ്ട്. ഇപ്പൊ ലേണിംഗ് ഡിസോർഡർ ഒക്കെ ഒരുപാട്, ഇപ്പൊ എനിക്ക് തോന്നുന്ന ഏകദേശം ലേണിംഗ് ഡിസബിലിറ്റി, ലേണിംഗ് ഡിഫിക്കൽറ്റി, അതല്ലെങ്കിൽ ലേണിംഗ് ഗ്യാപ്പ് ഒക്കെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതിന് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് കേട്ടോ, ഒരുപാട് കാരണം. കോവിഡിന് ശേഷം, അല്ലെങ്കിൽ കോവിഡിന്റെ സമയത്ത് പഠിച്ച കുട്ടികൾ, കോവിഡിന് ശേഷം വന്ന കുട്ടികൾ, മൊബൈൽ ഫോണിന്റെ അമിതമായിട്ടുള്ള യൂസേജ്, അതേപോലെ തന്നെ ഇപ്പൊ സ്പീച്ചിന്റെ പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് കുട്ടികൾക്കുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസാരം കുറവാണ്, വീട്ടിലെ സംസാരം കുറവാണ്, സോഷ്യൽ സ്കിൽസ് കുറവാണ്. ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ഘടകങ്ങളുടെ പേരിൽ ഇത്തരത്തിലുള്ള ലേണിംഗ് ഡിഫിക്കൽറ്റിയോ അല്ലെങ്കിൽ ലേണിംഗ് ഗ്യാപ്പോ, ലേണിംഗ് പിന്നെ ഡിസബിലിറ്റിയോ ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, സാർ ഒരു ഡൗട്ട്. ഓക്കെ, ചോദിച്ചോളൂ. ഇപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങുന്നു പറഞ്ഞ് ഇതിപ്പോ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവുമല്ലോ, നമുക്ക് ബുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യോ? നോട്ട്സ് ഉണ്ടാകും, നോട്ട്സ് ഉണ്ടാകും കേട്ടോ. എല്ലാ നോട്ട്സ് ക്ലാസ്സിനും അതത് പിന്നെ നോട്ട്സുകൾ ഉണ്ടാകും. എന്നിരുന്നാലും ആദ്യം നോട്ട്സ് നിങ്ങൾക്ക് തരില്ല, അതിന് പകരം അതത് ദിവസങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ റഫ് നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കി ഗ്രൂപ്പിൽ ഇടണം. അതിനുശേഷം എന്തായിരുന്നാലും എല്ലാ നോട്ട്സും നിങ്ങൾക്ക് പിന്നെ പ്രൊവൈഡ് ചെയ്യും. വലിയ ഗ്യാപ്പ് ഉണ്ടാവില്ല. പറഞ്ഞോ. ഓക്കെ, അല്ല ഈ വർക്ക് ഷീറ്റ്സ് എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ഇതുപോലെ ചിലപ്പോ നമ്മള് കോപ്പി എടുത്ത് പിന്നെ അതിൽ ഫില്ല് ചെയ്യാൻ അങ്ങനെ വല്ലതും ഉണ്ടാവോ? നിങ്ങളെ റെഫറൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നൽകുക ഇത്തരം വർക്ക് ഷീറ്റുകൾ, അസസ്മെന്റ് ഷീറ്റുകളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഒരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻഫോർമേഷൻസ് എടുക്കണം, അതിനെങ്ങനെ അസസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിന്റെ ഷീറ്റ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ പ്രിന്റ് എടുത്ത് കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ എക്സാമിനെ കുറിച്ച് പറഞ്ഞു. എക്സാമും വൈവേ ആയിരിക്കും, അത് തിയറി പോലെ എഴുതാനുണ്ടാവോ? തിയറി പോലെ എഴുതാനുണ്ടാവും.
തിയറി എക്സാം ഉണ്ട് അപ്പൊ. തിയറി എക്സാം ഉണ്ടാവും. ഓക്കെ. പിന്നെ പറഞ്ഞു മറ്റേ ദിൽ ബി ഒരു കുട്ടിയെ ഇരുത്തിയിട്ട് നമ്മള് മറ്റേ ഇങ്ങനെ വി ഹാവ് ടു അസസ് എന്ന് പറഞ്ഞു. അതെ, അത് അസസ് ചെയ്യുന്നത് ഇങ്ങനെ ഓൺലൈനിലോ ഓഫ്ലൈനിലോ? ഓൺലൈൻ. ഓൺലൈനിലാണ്. അതെ. ഓക്കെ ഓക്കെ. അല്ല, എനിക്ക് പിന്നെ മെയിൻ ആയിട്ട് അറിയേണ്ടത് ലൈക്ക് ഇപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുന്ന പേപ്പേഴ്സ് ഒക്കെ മലയാളത്തിലായിരിക്കോ ഇംഗ്ലീഷിലായിരിക്കോ? ഇംഗ്ലീഷാണ്, എല്ലാം ഇംഗ്ലീഷ് ആയിരിക്കും. ഓക്കെ ഓക്കെ. നോട്ട്സ് എല്ലാം ഇംഗ്ലീഷാണ് കേട്ടോ. നമ്മളുടെ അക്കാദമിയിലെ എല്ലാ പിന്നെ നോട്ട്സുകളും ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ് മീഡിയം മലയാളത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ നോട്ട്സും ഒരു 99% ഇംഗ്ലീഷിൽ തന്നെയാണ്. കാരണം അതിൽ ഒരുപാട് ടേമുകളൊക്കെ വരുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മലയാളീകരിക്കുക എന്നുള്ളത് ഒരു കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷിലാണ് നോട്ട്സ് എല്ലാം വരിക. ഓക്കെ ഓക്കെ. താങ്ക് യു. ഞാൻ അലുമിനി ആണ് ആക്ച്വലി. ബട്ട് ഞാൻ ഇത് പ്ലേ തെറാപ്പിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെന്നൈ, ബിഹേവിയറൽ right? ചെന്നൈ. താങ്ക് യു. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ അറിയിച്ചാൽ എനിക്ക് വരുന്ന അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഓഫ്ലൈൻ ഒരു ക്ലാസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിന് നേരത്തെ പറഞ്ഞാൽ ഞാൻ വരാം, തൃശ്ശൂരിൽ വരാം. തീർച്ചയായും നേരത്തെ അറിയിക്കും. നമ്മൾ ജോയിൻ ചെയ്ത് ഏകദേശം ഈ മാസം അടുത്ത മാസമായിട്ട് നമ്മൾ ഡേറ്റ് ഡിക്ലെയർ ചെയ്യും അതിന്റെ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. സർ, ചോദിക്കൂ. ഈ തിയറി എക്സാം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമ്മളെ എക്സാമിനേഷൻ നമ്മളുടെ ഒരു കൺസേൺ, ഇപ്പൊ ഞാൻ ഇഗ്നറ്റുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ നമ്മുടെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി പേപ്പറിൽ നിങ്ങൾ എത്ര എഴുതി എന്നുള്ളത് മാത്രമല്ല നമ്മൾ നോക്കുക. അതായത് ഇവിടെ ഒരു മാം ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു കോർഡിനേറ്റർ ഉണ്ട്, നിങ്ങൾ എത്രത്തോളം ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നു, നിങ്ങൾ ക്ലാസ്സിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ റെമഡിയേഷൻ എത്ര കൊടുത്തു, ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു റെമഡിയൽ ട്രെയിനർ ആകാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പിന്നെ ഒരു ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തില്ല, ഒരു ആക്ടിവിറ്റിയും പിന്നെ ചെയ്തിട്ടില്ല, എന്നിട്ട് നിങ്ങൾ കുറെ തിയറി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താവില്ല, നിങ്ങൾക്ക് ഒരു പിന്നെ റെമഡിയൽ ട്രെയിനർ ആകാൻ സാധിക്കില്ല. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി നോക്കിയിട്ട് ഇനി തിയറിയിൽ അത്ര കാര്യമായിട്ട് എഴുതാൻ പറ്റില്ല, പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനും നിങ്ങൾ ഇടപെടാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ നിങ്ങളുടെ പെർഫോമൻസിനെ ഗെയിൻ ചെയ്തുകൊണ്ട് ഓവറോൾ നിങ്ങളുടെ ഫ്രം ഡേ 1 നാളെ മുതൽ നിങ്ങൾ 6 മാസക്കാലം ഓവറോൾ നിങ്ങളുടെ പെർഫോമൻസിനെ അധികരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഒരു റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുക. അതാണ് ഓവറോൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തിയറി അതിലുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി തിയറിയിൽ തന്നെ സ്കോർ ചെയ്യാം എന്നുള്ളതല്ല, മറിച്ച് പിന്നെ ഫ്രം ഡേ 1 നിങ്ങൾ അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം. എവറി ഡേ റെക്കോർഡിംഗ് സെൻഡ് ചെയ്യില്ല സർ? കാരണം എല്ലാ റെക്കോർഡിംഗ് ഉണ്ടാവും. നമ്മുടെ വിമ്പിൾ അക്കാദമിയിലെ നിങ്ങൾ എല്ലാ കോഴ്സിനും എടുത്തു നോക്കിക്കോളൂ. അതാത് ദിവസങ്ങളിൽ തന്നെ രാത്രി തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടാവും. ഇല്ല, കിട്ടിയിട്ടില്ല? ഇതുവരെയുള്ള കോഴ്സുകൾ കിട്ടിയിട്ടില്ലേ? ഇതേപോലെ തന്നെ ആയിരിക്കും. അതെ സെയിം ഡേ, അതായത് 8:30 to 9:30 ആണെങ്കിൽ 9:30 കഴിഞ്ഞ് സെയിം ഡേ, അതായത് സൂമിന് ഒരു ഇതുണ്ട്, ഒരു സമയമുണ്ട്, ആ സമയം കഴിഞ്ഞാലേ റെക്കോർഡ് വരുള്ളൂ. നമുക്ക് റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ അത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അന്നത്തെ ദിവസം റെക്കോർഡ് എല്ലാവർക്കും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതാണ് നമ്മുടെ പ്രോസസ്. ഓക്കെ ഓക്കെ. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ, ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എക്സാം ഇടയിൽ വരും സാർ, എങ്ങനെയാ വരിക? അതോ ആഫ്റ്റർ 6 months ആണോ എക്സാം വരുന്നത്? അതായത് ലാസ്റ്റ് മന്തിലായിരിക്കും, 6ാമത്തെ മാസത്തിലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. 4 മാസം ക്ലാസ്, 5 പറഞ്ഞോ. ഓൺലൈൻ അല്ലല്ലോ സർ, ഓഫ്ലൈൻ ആണോ? ഓൺലൈൻ ആയിരിക്കും. ഓൺലൈൻ ആയിരിക്കും. സാർ ഒരു ഡൗട്ട്. ചോദിച്ചോളൂ. നമുക്കൊരു ഒരു കൊച്ചിനെ അസസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് നമുക്ക് ഓൺലൈൻ ആയിരിക്കും അല്ലെങ്കിൽ നേരിട്ട് ചെയ്യണോ?
നമ്മളിപ്പോ നിലവിൽ ഓൺലൈൻ ആണ് നമ്മളിപ്പോ കൊടുക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു കുട്ടീനെ ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഞങ്ങളെ ഇൻഫോം ചെയ്താൽ മതി. നിങ്ങളുടെ അടുത്തുള്ള ഒരു കുട്ടീനെ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഇൻഫോം ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാം അല്ലേ? വർഷ മാം അങ്ങനെ കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? അങ്ങനെ കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോ ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഓഫ്ലൈനിൽ അവർക്ക് കുട്ടി അതെ, അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ചെയ്യാം. അതെ, കാരണം ഇപ്പൊ നിലവില് സാർ പിന്നെ അതാണ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞോ. സാർ അത് കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. ഇപ്പൊ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോളേജിൽ ഒരുപാട് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി ഓ നന്നായിരിക്കും ഗ്രേറ്റ് തോന്നുന്നു. ഗ്രേറ്റ്, അടിപൊളി. അത് നമ്മള് പിന്നെ കുട്ടികളില്ലാത്തവർക്ക് നമ്മൾ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കുട്ടി നിങ്ങളുടെ അടുത്തുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഓഫ്ലൈനിൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാം. ഞങ്ങളെ ഇൻഫോം ചെയ്തിട്ട് ആ കുട്ടിയുടെ ഡീറ്റെയിൽ തന്നാൽ മതി. നിങ്ങൾ അതായത് ആ റെമഡിയേഷൻ കൊടുക്കുന്നതിന് ഒരു പ്രോസസ്സ് ഉണ്ട്. നിങ്ങൾ പ്രീ അസസ്മെന്റ് എടുക്കണം. അതിനുശേഷം നിങ്ങൾ റെമഡിയേഷൻ കൊടുക്കുന്നത് ഓരോ ദിവസവും ഡെയിലി. അപ്പൊ കഴിഞ്ഞ LD ബാച്ചിലൊക്കെ എടുത്തവർക്ക് അറിയാം, ഓരോ ദിവസവും എന്താണ് നിങ്ങൾ റെമഡിയേഷൻ കൊടുത്തത് എന്നത് പോലും നിങ്ങൾ അതത് ദിവസങ്ങളിൽ നമ്മളെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നോട്ട് ചെയ്യും. അങ്ങനെ കറക്റ്റ് ആയിട്ട് 21 ഡേയ്സ് നിങ്ങൾ കൊടുത്ത അപ്ഡേഷൻ തരണം. അതിനുശേഷം പോസ്റ്റ് അസസ്മെന്റ് എടുക്കും. ആദ്യത്തെ ദിവസം പ്രീ അസസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ദിവസം 21ാം ദിവസം കൊടുത്തതിന് ശേഷം നമ്മൾ പോസ്റ്റ് അസസ്മെന്റ് എടുക്കും. അപ്പൊ നമുക്ക് ഈ 2 അസസ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ ദിവസം ചിലപ്പോൾ നേരത്തെ മാം പറഞ്ഞ മിറർ റൈറ്റിംഗ് എഴുതായിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ വലിയ ഗ്യാപ്പ് ഒക്കെ ഇട്ട് എഴുതിയ കുട്ടിയായിരിക്കാം. പക്ഷെ പോസ്റ്റ് അസസ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ 2 പേപ്പറും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാർ ഈ ഇഗ്നൈറ്റിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണോ? എന്താണ് സാർ ആക്ച്വലി ഇഗ്നൈറ്റ് എന്ന് പറയുന്നത്? ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഡയറക്റ്റ്ലി കൊടുക്കുന്നില്ല. ഇപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന് പറയില്ലേ, യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി അണ്ടർ പിന്നെ ഗവൺമെന്റ് ആയിരിക്കില്ല. മറിച്ച് എന്താണ്, അതൊരു സ്ഥാപനമായിരിക്കും. അപ്പൊ പക്ഷെ അത് റെക്കഗ്നൈസ്ഡ് ആയിരിക്കും. അതായത് അതിന് ഒരു ഓതറൈസേഷൻ കൊടുത്തിട്ടുണ്ടാവും, ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടാവും. ഇതേപോലെ കൊടുത്തിട്ടുള്ള ഒരു ബോഡിയാണ് ഈ ഇഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പിന്നെ കീഴിലാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പൊ വേറെ നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ഇപ്പൊ TSSR എന്നൊക്കെ കേട്ടിട്ടില്ലേ, സ്റ്റഡ് കൗൺസിൽ, ICEDS എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെയുള്ള ഒരു ബോഡിയാണ്. സർ ഒരു സംശയം കൂടി. ഈ നമ്മൾ SS ചെയ്യുന്ന സമയത്ത് ഉം. സൂപ്പർവിഷനിലായിട്ട് നിങ്ങൾ ചെയ്യോ? ചിലപ്പോ എൻഡ് റിസൾട്ടിനോ Yes. അല്ലെങ്കിൽ ഇനീഷ്യൽ റിസൾട്ട് SS-നോ നിങ്ങൾ സൂപ്പർവിഷൻ ഉണ്ടാവുമോ? സൂപ്പർവിഷൻ ഉണ്ടാകും. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കുറവുണ്ടാകും ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ ഒരാൾ അതിന്റെ കൂടെ കയറ്റി തരും. ഒന്നുകിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ കൂടെ കയറും. ഓക്കെ ഓക്കെ. സാർ വെമ്പിൾ അക്കാദമിയുടെ നമ്മള് മെന്റൽ സ്റ്റാറ്റ് എക്സാമിനേഷൻ കേസ് ഹിസ്റ്ററിയും ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു, നന്നായിരുന്നു. സാർ അതിനെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യൽ മാത്രമാണോ? സർട്ടിഫിക്കറ്റ് അയച്ചിട്ടുണ്ടാകുമല്ലോ, കിട്ടിയിരുന്നില്ലേ? കിട്ടിയില്ല സാർ. ലിനി അല്ലേ? അതെ. വാട്സപ്പിൽ നിന്ന് ഇവിടുന്ന് പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ഓഫീസിന്റെ നമ്പറിൽ നിന്ന്. അതായത് കോഴ്സ് പിന്നെ ഏതായിരുന്നു കോഴ്സ്? MSc കേസ് ഹിസ്റ്ററി. പിന്നെ മെന്റൽ സ്റ്റാറ്റ് എക്സാമിനേഷൻ കേസ് ഹിസ്റ്ററി മാത്രം. അതൊരു 3 ഡേയ്സിന്റെ കോഴ്സ് ആയിരുന്നു, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചെയ്തത്. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ മാം, MSc ബാച്ച് 10ന്റെ ഗ്രൂപ്പിൽ മാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ലിനി MO അല്ലേ? അതെ. അത് ഗ്രൂപ്പിലാണ്. ഇപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ തന്നെയാണ് പിന്നെ സർട്ടിഫിക്കറ്റ് ഇടുന്നത്. നേരത്തെ പേഴ്സണലി ഇട്ട് കൊടുക്കലായിരുന്നു. പേഴ്സണലി ഇട്ട് കൊടുക്കുമ്പോൾ വാട്സപ്പ് ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പൊ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അതാത് ഗ്രൂപ്പുകളിൽ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. മാമിന്റെ ആ ഒരു MSc 10th ബാച്ച് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ കാണാം കേട്ടോ. സർ, താങ്ക് യു സർ. ഓക്കെ. Okay, any questions more? Okay,
അപ്പൊ ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അക്കാദമിയുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പോസ്റ്ററിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോ പറഞ്ഞോ. നാളെ മുതലാണ് സാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 18 മൺഡേ. നാളെ 8:30 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യപ്പെടുന്നവര് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനും പാർട്ടിസിപ്പൻസിനും വിംബിൾ അക്കാദമിയുടെ പേരിൽ വളരെ സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്ത വർഷ മാമിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു സെഷൻ ഇന്ററാക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. Okay, sir. Thank you. Good night. നൈറ്റ്. ജോയിൻ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഷെയർ ചെയ്യൂ സാർ. ജോസഫ് സാർ അല്ലേ? അതെ. ഓക്കെ സാർ. ഓക്കെ സർ, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിട്ടോ. കിട്ടിയില്ലേ? Thank you, sir. ഓക്കെ ഗ്രേറ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ.